നമസ്കാരം. വാർത്തയിൽ ഇന്ന് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. CMP പോലെയും ഈ RSP പോലെയുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അവർ കേരളത്തിൽ ഏറ്റവും കോൺഗ്രസിനേക്കാൾ, എൻ്റെ ഒരു നിരീക്ഷണത്തിൽ കോൺഗ്രസിനേക്കാളും വോട്ടുള്ള ഒരു പാർട്ടിയായിട്ടാണ് ഞാൻ കാണുന്നത്. രാഷ്ട്രീയ രംഗത്ത് വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് തീർച്ചയായും മുസ്ലിം ലീഗിനെ മാറ്റി ചിന്തിക്കേണ്ടി വരും. കോൺഗ്രസിന് ഇന്നത്തെ നിലപാടിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. മുസ്ലിം ലീഗിന് മാറി ചിന്തിക്കേണ്ടി വരുമെന്ന് EP ജയരാജൻ. അധികകാലം UDF-ൽ തുടരാനാകില്ല. ലോക്സഭയിലേക്ക് മുതിർന്ന നേതാക്കൾ മത്സരിച്ചേക്കില്ലെന്നും LDF കൺവീനർ ന്യൂസ് 18നോട്. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി CPI എന്ന് പറയാം. നിങ്ങളെ പറയുന്നല്ലോ. EP-യുടെ വാദം തള്ളി VD സതീശൻ. ലൈഫ് മിഷൻ കേസിൽ M ശിവശങ്കറിന്റെ ഇടക്കാല ജാമ്യം സുപ്രീംകോടതി സ്ഥിരപ്പെടുത്തി. തീരുമാനം മെഡിക്കൽ റിപ്പോർട്ട് പരിഗണിച്ച്. കിഫ്ബി മസാല ബോണ്ടിൽ തോമസ് ഐസക്കിന് വീണ്ടും ED നോട്ടീസ്. 22-ന് ഹാജരാകണം. CMRL എക്സാലോജിക് വിവാദത്തിൽ സർക്കാരിനെ കടന്നാക്രമിച്ച് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയുടെയും സംഘപരിവാറിന്റെയും ഇടനിലക്കാരനാണ് V മുരളീധരനെന്ന് VD സതീശൻ. കള്ളക്കടത്ത് കേസ്, അതുപോലെ തന്നെ ലൈഫ് മിഷൻ കോഴ കേസ്, SNC ലാവ്ലിൻ കേസ്, ഇത്തരം കേസുകളിൽ സംഘപരിവാറും പിണറായി വിജയനുമായിട്ട് സെറ്റിൽമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ എത്രയോ പ്രാവശ്യം ആരോപിച്ച അതിന്റെ ഇടനിലക്കാരനാണ് V മുരളീധരൻ. രേഖകൾ ഹാജരാക്കാൻ AK ബാലനെ വെല്ലുവിളിച്ച് പ്രതിപക്ഷം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും കേസ്. ജയിലിന് മുന്നിലെ സ്വീകരണത്തിൽ 2ാം പ്രതി. ഗതാഗതം തടസ്സപ്പെടുത്തി പൊതുജന സമാധാനം തകർത്തെന്ന് FIR. മഹാരാജാസ് കോളേജ് അക്രമത്തിൽ ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് KSUക്കാരൻ മുഹമ്മദ് ഇജിലാൽ. പോലീസ് അന്വേഷണം തുടരുന്നു. ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് ഒരു കുട്ടി ജീവിതം. ഓട്ടിസം ബാധിച്ച അനുജൻ അപ്പുവിന് എല്ലാമെല്ലാമായി നിഖിൽ. രോഗിയായ അമ്മയ്ക്കും കൈത്താങ്. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ നിഖിലിന്റെ ആഗ്രഹം ഏറ്റെടുത്ത് ഷെഫ് പിള്ള. പ്ലസ് ടു പഠിക്കുകയാണെന്ന് എനിക്കറിയാം. പ്ലസ് ടു പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ ഏതെങ്കിലും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു 4 ഇയർ IHM-ൽ, പ്രത്യേകിച്ച് അത് ബാംഗ്ലൂരിലോ ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ കോവളത്താണ് തൊട്ടടുത്തുള്ളത്, അതല്ലെങ്കിൽ ചെന്നൈയിലോ ബാംഗ്ലൂരോ ഉള്ള ഒരു 4 വർഷത്തെ ഒരു IHM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിന്റെ ഒരു കോഴ്സ് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട്. അതിനോടൊപ്പം തന്നെ ഒന്നുകിൽ ബാംഗ്ലൂർ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വന്ന് ഒരു അവിടെ നിന്ന് ജോലി ചെയ്ത് അതിൻ്റെ ട്രെയിനിങ് ചെയ്തിട്ട് കോളേജിൽ പഠിക്കുന്ന ഒരു അവസരം ഉണ്ടാവും. ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനുശേഷം നിന്റെ ആഗ്രഹം പോലെ ഏതൊക്കെയാണ്, ഏത് മേഖലയിലാണ്, ഏത് ക്വിസിനാണ് നിനക്ക് താല്പര്യം, അതനുസരിച്ചുള്ള സ്പെഷ്യലൈസ് ട്രെയിനിങ്ങും ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനുശേഷം ഒരു ജോലി എല്ലാം വരുന്നൊരു സംഭവമാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കെതിരെ കേസെടുത്ത് അസം പോലീസ്. സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചെന്ന് കേസ്. നടപടി അസം സർക്കാരിനെതിരായ രാഹുലിന്റെ വിമർശനങ്ങൾക്ക് പിന്നാലെ. അണിഞ്ഞൊരുങ്ങി അയോധ്യ. 3ാം നാൾ പ്രാൺപ്രതിഷ്ഠ. പൂജകൾ പുരോഗമിക്കുന്നു. പൊതുജനത്തിനുള്ള പ്രവേശനം ഇന്നുകൂടി. ശ്രീരാമ വിഗ്രഹത്തിന്റെ ചിത്രങ്ങൾ പുറത്ത്. തൊടുപുഴയിലെ അമ്മിണിയുടെ സമരം വിജയം. പട്ടയത്തിന് അർഹയെന്ന് കളക്ടർക്ക് തഹസിൽദാറുടെ റിപ്പോർട്ട്. പട്ടയം കയ്യിൽ കിട്ടാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് അമ്മിണി. വാർത്തകളിലേക്ക് വിശദമായി. മുസ്ലിം ലീഗിന് മാറി ചിന്തിക്കേണ്ടി വരുമെന്ന് EP ജയരാജൻ. മുസ്ലിം ലീഗിന് ഇങ്ങനെ തുടരാനാകില്ല. കോൺഗ്രസിനേക്കാൾ വോട്ടുള്ള പാർട്ടിയാണ് ലീഗ്. ഒറ്റയ്ക്ക് മത്സരിച്ചാലും അവർക്ക് സീറ്റ് കിട്ടും. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. ഈ BJP-യുടെ B ടീമിനൊപ്പം മുസ്ലിം ലീഗിനെ പോലെ ഒരു ന്യൂനപക്ഷ പാർട്ടി അല്ലെങ്കിൽ ന്യൂനപക്ഷ പ്രാതിനിധ്യം കൂടുതലുള്ള പാർട്ടി എങ്ങനെ എത്ര നാൾ അവിടെ നിൽക്കാൻ പറ്റും അവർക്ക്? അത് കേരള രാഷ്ട്രീയത്തിൽ വരാൻ വേണ്ടി പോകുന്ന ചില സംഭവ വികാസങ്ങളുടെ ഭാഗമായി രാഷ്ട്രീയ രംഗത്ത് വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് തീർച്ചയായും മുസ്ലിം ലീഗിനെ മാറ്റി ചിന്തിക്കേണ്ടി വരും. കോൺഗ്രസിന് ഇന്നത്തെ നിലപാടിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പലതും തികഞ്ഞ അബദ്ധമാണ്. അവർക്ക് കേരളത്തിൽ ഏറ്റവും വലിയ വിരോധം ആരോടാണ്? ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഭീകരത, RSS സംഘപരിവാർ, BJP അവരോടല്ലല്ലോ.
കേരളത്തിൽ ആരെയാണ് കോൺഗ്രസ് എതിർക്കുന്നത്? CPM-നെ അല്ലേ, ഇടതുപക്ഷത്തെയല്ലേ? ഈ കേരളത്തിൽ ഇന്ത്യയിൽ എതിർക്കപ്പെടേണ്ട പാർട്ടി CPM ആണോ? എന്തിനാ CPM-നെ എതിർക്കുന്നത്? അവരുടെ മുഖ്യ ശത്രുവായി കാണുന്നത് CPM-നെ, LDF-നെ. അവർ ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് CPM-നെ ആക്രമിക്കുന്നു. അതിൻ്റെ 1% പോലും BJP-ക്ക് നേരെ വരുന്നില്ലല്ലോ. BJP-യുമായിട്ട് അവർ സൗഹാർദ്ദം പങ്കിടുകയല്ലേ? എങ്ങനെയാണ് ഇതൊക്കെ കോൺഗ്രസ്സിന് സാധിക്കുന്നത്? അപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം കോൺഗ്രസിനെ ഇനിയും ദുർബലപ്പെടുത്തും. അങ്ങനെ വരുമ്പോൾ മുസ്ലിം ലീഗിനെ പോലെയുള്ള പാർട്ടികൾ അവരുടെ നിലപാടുകളെ സംബന്ധിച്ചും ചിന്തിക്കേണ്ടി വരും. അത് ഭാവി രാഷ്ട്രീയത്തിൽ എന്തായാലും അവർ ചിന്തിക്കപ്പെടുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. LDF കൺവീനർ EP ജയരാജന്റെ പ്രതികരണം തമാശയെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. നയപരമായ വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് ശേഷമേ ലീഗ് പ്രതികരിക്കാറുള്ളൂവെന്നും ഫിറോസ് പറഞ്ഞു. വലിയ തമാശയായിട്ടാണ് ഞാൻ കാണുന്നത്. ലീഗ് എന്നൊരു ഗ്രൂപ്പിനെ എടുക്കാന്നൊക്കെ ഉള്ളത്. ലീഗ് എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്ന ലീഗാണ്. ലീഗിന്റെ നിലപാട് എന്താണ് എന്നതിനെ സംബന്ധിച്ച് എന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. ഐക്യ ജനാധിപത്യത്തിനെ ശക്തിപ്പെടുത്തി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഐക്യമുന്നണിയെ ശക്തിപ്പെടുത്തുക എന്ന നിലപാടുമായി അതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് പാർട്ടി മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭമാണിത്. EP ജയരാജന്റെ പരാമർശം തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശനും ചുമ്മാ പറയുന്നതാണെന്നും CPI ഇന്ന് ഞങ്ങൾക്കും പറയാമല്ലോ എന്നും സതീശൻ പ്രതികരിച്ചു. സംസ്ഥാന സർക്കാരിനൊപ്പം സമരത്തിനില്ലെന്ന UDF തീരുമാനം മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇവരുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു സമരത്തിനും ഞങ്ങളില്ല. അത് ജയരാജനോട് ഞാൻ പറയുകയാണ്, ഇന്ത്യൻ യൂണിയൻ, മുസ്ലിം ലീഗ് അടക്കമുള്ള UDF-ലെ ഘടകകക്ഷികൾ ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ്. ഇത് അഴിമതി സർക്കാരാണ്, കെടുകാര്യസ്ഥതയുള്ള സർക്കാരാണ്, കേരളത്തിലെ മുച്ചൂടും തകർത്ത സർക്കാരാണ്. അവര് മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ശ്രമത്തിലും UDF പങ്കാളികളാകരുത് എന്ന UDF-ന്റെ തീരുമാനം ഞാൻ നിങ്ങളെ എല്ലാവരും അറിയിക്കാം. മുഖ്യമന്ത്രിയെ കത്തെഴുതി അറിയിക്കും. ചുമ്മാ വെറുതെ പറയുന്നു. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി CPI എന്ന് പറയാം. നിങ്ങൾ പറയുന്നല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കൾ മത്സരിച്ചേക്കില്ലെന്ന സൂചന നൽകി LDF കൺവീനർ EP ജയരാജൻ. CPM-ലെ മുതിർന്ന നേതാക്കൾ മത്സരിക്കാൻ ഇടയില്ലെന്നാണ് EP ജയരാജന്റെ പ്രതികരണം. മുന്നണിയിൽ സ്ഥാനാർത്ഥികൾക്ക് ദാരിദ്ര്യമില്ലെന്നും ജയരാജൻ ന്യൂസ് 18നോട് പറഞ്ഞു. മുതിർന്ന നേതാക്കളൊന്നും മത്സരിക്കുക, എൻ്റെ ഒരു നിരീക്ഷണത്തിൽ പാർട്ടി ഇത് കാര്യങ്ങളൊന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ല. മുതിർന്ന നേതാക്കൾ അങ്ങനെ മത്സരിക്കാനുള്ള സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. അതിനൊരു സാധ്യതയില്ലെന്നാണ് എൻ്റെ. അതായത് ചെറുപ്പക്കാരെയും സ്ഥിരം മുഖങ്ങളെയും കൊണ്ടൊക്കെ തന്നെ നല്ല സ്ഥാനാർത്ഥികൾ തന്നെ ഇടതുപക്ഷ മുന്നണിക്കുണ്ട്. നല്ല സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കും. അതിനുള്ള നല്ല സാധ്യത. ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികൾക്ക് കുറവൊന്നുമില്ല. സ്ഥാനാർത്ഥികൾക്ക് ദാരിദ്ര്യമൊന്നും ഇല്ലാത്തൊരു പാർട്ടിയാണ് ഞങ്ങൾ. ഏത് തരത്തിലുള്ള സ്ഥാനാർത്ഥികളും ഞങ്ങളുടെ മുമ്പിലുണ്ട്. BJPക്ക് കേരളത്തിൽ പ്രതീക്ഷ വേണ്ടെന്നും EP ജയരാജൻ പറഞ്ഞു. ആർക്കും ആഗ്രഹിക്കാം, എന്നാൽ ഇത് കേരളമാണ്. സുരേഷ് ഗോപി തൃശൂരിൽ ജയിക്കില്ല. സിനിമയല്ല രാഷ്ട്രീയമെന്നും EP ജയരാജൻ പ്രതികരിച്ചു. ആർക്കും പ്രതീക്ഷിക്കാലോ. പ്രതീക്ഷയുടെ വ്യാമോഹത്തിൻ്റെ വലയം വിശാലമല്ലേ. എന്തും ആഗ്രഹിക്കാലോ. ഇങ്ങനെ ആകാശത്തിലേക്ക് പറന്നു വരുന്നു, ചിന്തിക്കാലോ. എന്തും ആഗ്രഹിക്കാനും ചിന്തിക്കാനും മനുഷ്യന് അവകാശമുണ്ട്. BJPക്കാരങ്ങനെ ആശ്വസിക്കട്ടെ. പക്ഷെ കേരളം കേരളമാണെന്ന് അവർ മനസ്സിലാക്കണം. അത് കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കും. ഇത്തരത്തിലുള്ള ഒരു വ്യാമോഹങ്ങളും പ്രചരണങ്ങളിലും കേരള ജനത കുടുങ്ങിപ്പോവുകയില്ല. ഉയർന്നുയർന്ന് തന്നെ കേരള സമൂഹം ചിന്തിക്കും. BJP ഇത്തവണയും പ്രതീക്ഷിക്കുന്നുണ്ടാവുന്നു. BJPക്ക് ഒരു പ്രതീക്ഷയ്ക്കും കേരളത്തിന് സാധ്യതയില്ല. ആ സമയം അവർ വല്ല കോൺഗ്രസിൻ്റെ ഏതെങ്കിലും സംസ്ഥാനത്ത് പോയാൽ ചിലപ്പോൾ അവർ ഗുണമുണ്ടാവും. ഈ കേരളത്തിൽ അത്തരത്തിലൊരു സാധ്യതയും അവർക്കുണ്ടെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. സുരേഷ് ഗോപിക്ക് ഇത്തവണയും സുരേഷ് ഗോപിക്കൊന്നും ജയിക്കാനുള്ളൊരു സാധ്യതയില്ലെന്ന്. മുഖ്യമന്ത്രി ഏകാധിപതിയെ പോലെ പെരുമാറുന്നു എന്ന ആരോപണങ്ങൾ തള്ളി EP ജയരാജൻ. പിണറായി വിജയൻ ഏകാധിപതിയല്ല. ഒന്നും മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നതല്ല. ജനാധിപത്യപരമല്ലാത്ത എന്ത് തീരുമാനമാണ് മുഖ്യമന്ത്രി എടുത്തതെന്ന് EP ചോദിച്ചു. ചോദ്യം ചെയ്യേണ്ടത് പാർട്ടിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നും EP പറഞ്ഞു. അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിച്ച് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്ന ജനോപകാരപ്രദമായ കാര്യങ്ങളെ ചെറുതാക്കാൻ, ദുർബലപ്പെടുത്താൻ സംഘടിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്രമണമാണിത്.
എവിടെയാ ഏകാധിപത്യം? ജനാധിപത്യപരമല്ലാത്ത ഏത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? എന്തിനാണ് ഇങ്ങനെ ആക്ഷേപിക്കുന്നത്? അതിപ്പോൾ ഒരു പദപ്രയോഗമായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ബോധപൂർവമാണ്. ഏതാണ് ഏകാധിപത്യപരമായി സ്വീകരിച്ചത്? ഇപ്പോൾ നിങ്ങൾ നോക്കി എത്ര വിശാലമാണ് മുഖ്യമന്ത്രി എടുത്ത സമീപനം. ചോദ്യം ചെയ്യപ്പെടേണ്ടതിനെ ചോദ്യം ചെയ്യപ്പെടും. വിമർശിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിലല്ലേ. ഞങ്ങളെല്ലാവരും കൂടി ചർച്ച ചെയ്തുകൊണ്ടാണ് തീരുമാനത്തിലെത്തുന്നത്. വ്യക്തി ആരാധനയെ തള്ളാതെ ഇ.പി. ജയരാജനും പിണറായിയെ ആരാധിക്കുന്നതിൽ തെറ്റില്ലെന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും ആരാധിക്കാം. ആരാധന എന്നത് വ്യക്തിപൂജയല്ല. നിശ്ചയദാർഢ്യമുള്ള ഭരണാധികാരിയാണ് പിണറായി. പ്രസ്ഥാനത്തെ ഉയർത്താൻ ശ്രമിക്കുന്ന നേതാവാണ് പിണറായി വിജയൻ. അദ്ദേഹത്തെ ആരാധിക്കുന്നതിൽ തെറ്റില്ലെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. ഈ വരദാനം എന്നൊക്കെ ഉള്ളത് ഈ നമ്മുടെ വാസവൻ മന്ത്രി പറഞ്ഞതല്ല. ഒരു വൈദികൻ ഒരു യോഗത്തിൽ പറഞ്ഞൊരു കാര്യം അദ്ദേഹം കോട്ട് ചെയ്തെന്നേ ഉള്ളൂ. ഇങ്ങനെ പല സ്ഥലങ്ങളിലും പലതും കോട്ട് ചെയ്തിട്ടായിരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഒരു വ്യക്തിപൂജയിലും വിശ്വസിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന പാർട്ടിയല്ല. വ്യക്തിപൂജയെ ശക്തമായി എതിർക്കുന്ന പാർട്ടിയാണ്. എന്നാൽ വ്യക്തികൾക്കുള്ള കഴിവുണ്ട്. എങ്ങനെയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയായത്? എങ്ങനെയാണ് EMS CMS ആയത്? എങ്ങനെയാണ് ഓരോ ഭരണാധികാരിയാകുന്നത്? അവർക്കെല്ലാം കൂടെ ചില പ്രത്യേക കഴിവുകളും പ്രാപ്തിയുമുണ്ട്. വ്യക്തികൾക്കൊന്നും ഒരു കഴിവും പ്രാപ്തിയില്ല എന്ന നിഗമനത്തിലൊന്നും ഞങ്ങൾ എത്തുന്നില്ല. വ്യക്തികൾക്ക് സമൂഹത്തിൽ പ്രാഭിമുഖ്യമുണ്ട്, വ്യക്തിത്വമുണ്ട്, പ്രതിഭകളാകുന്നു. പലരും കവിത, ചെറുകഥകൾ, എഴുത്തുകൾ എല്ലാവർക്കും എഴുതാൻ പറ്റുമോ? ആ രംഗത്ത് അവർ പ്രഗത്ഭരല്ലേ? അതിന് പ്രത്യേകമായിട്ട് അവരെ ബഹുമാനിക്കില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് നേതാക്കന്മാരെ ബഹുമാനിച്ചുകൂടെ? അവരാരാധിച്ചുകൂടെ? ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ അവരോടുള്ള ഒരു വികാരമാണത്. ആരാധന എന്ന് പറയുന്നത് ബഹുമാനമാണത്. ആരാധന എന്ന് പറഞ്ഞാൽ പൂജയല്ല, പുഷ്പങ്ങളിട്ട് പൂജിക്കുന്നതല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ട് പലരും. അയോധ്യയിലും കോൺഗ്രസിന് പിഴച്ചെന്ന് LDF കൺവീനർ. കോൺഗ്രസ് എടുക്കുന്ന പല നിലപാടുകളും തെറ്റാണ്. മുസ്ലിം ലീഗ് എത്രയും വേഗം വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി എന്നത് നമ്മൾ കണ്ടു. എന്നാൽ കോൺഗ്രസിന് നിലപാട് വ്യക്തമാക്കാൻ 1.5 മാസം എടുത്തു. കോൺഗ്രസ് പ്രവർത്തകർ BJPയിലേക്ക് ഒഴുകുകയാണെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. അതായത് കോൺഗ്രസ് എടുക്കുന്ന പല നിലപാടുകളും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് അയോധ്യ, അവിടെ പള്ളി പൊളിച്ച സ്ഥാനത്താണ് ക്ഷേത്രം പണിതത്. ആ ക്ഷേത്ര സമർപ്പണത്തിൻ്റെ ഭാഗമായി പലരെയും ക്ഷണിച്ചു. മുസ്ലിം ലീഗ് എത്ര പെട്ടെന്ന് അവരുടെ നിലപാട് പറഞ്ഞു. നമ്മുടെ ഇന്ത്യയിൽ CPMൻ്റെ ജനറൽ സെക്രട്ടറി ക്ഷണിച്ചു. ക്ഷണിക്കേണ്ട താമസം നമ്മുടെ നിലപാട് പറഞ്ഞില്ലേ? കോൺഗ്രസ്സിന് ക്ഷണിച്ചു. കോൺഗ്രസ്സിന് നിലപാട് പറയാൻ കഴിഞ്ഞു? 1.5 മാസം കാത്തു നിന്നില്ലേ കോൺഗ്രസ്സിന് അവരുടെ നിലപാടുണ്ടാക്കിയെടുക്കാൻ? ഇപ്പോഴും കുറേ കോൺഗ്രസിൻ്റെ നേതാക്കളും അനുയായികളും ആ BJPയുടെ ഒഴുക്കിനോടൊപ്പം നീങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ? മറ്റു വാർത്തകളിലേക്ക്. CMRL എക്സാലോജിക് വിവാദം ചൂടുപിടിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെയും തെളിവുകൾ പുറത്തുവന്നതോടെ സർക്കാരിനെ കടന്നാക്രമിക്കുകയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയുടെയും സംഘപരിവാറിന്റെയും ഇടനിലക്കാരനാണ് V. മുരളീധരനെന്നും അതുകൊണ്ടാണ് ഇടപാടിനെക്കുറിച്ച് CBIയോ EDയോ അന്വേഷിക്കാത്തതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. രാഷ്ട്രീയ ഉദ്ദേശത്തോടെയുള്ള നീക്കമെന്ന പ്രതിരോധമാണ് CPM ഉയർത്തുന്നത്. VV അരുണിന്റെ റിപ്പോർട്ടിലേക്ക്. എക്സാലോജിക് വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPMനെയും അതുപോലെ സർക്കാരിനെയും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന തെളിവുകളാണ് പുറത്തു വരുന്നത്. മുഖ്യമന്ത്രിക്ക് ഈ വിവാദത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന റിപ്പോർട്ട് സ്വാഭാവികമായും CPMനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുമെന്ന് ഉറപ്പാണ്. എന്നാൽ നേരത്തെ തന്നെ CPM നടത്തിയ വിലയിരുത്തൽ ഇത്തരം പല ആരോപണങ്ങളും ഇനിയും തെരഞ്ഞെടുപ്പ് കാലത്ത് വരാനുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും രാഷ്ട്രീയ ഉദ്ദേശത്തോടെയുള്ള നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്ന ആരോപണം CPM നേരത്തെ ഉന്നയിച്ചിരുന്നു. ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത്തരമൊരു മുൻകൂർ പ്രതിരോധം CPM സ്വീകരിച്ചതെന്ന് മന്ത്രി P. രാജീവാണ് മുഖ്യമന്ത്രിയെ പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ടും KSIDCക്കെതിരെ ആരോപണങ്ങൾ തള്ളിക്കൊണ്ടും രംഗത്ത് വന്നത്. KSIDC ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് നേതൃത്വം പറയുന്ന സ്ഥാപനമാണ്. വളരെ പ്രൊഫഷണലായ ബോർഡാണ്. ഇപ്പോഴത്തെ ബോർഡ് തന്നെ നിങ്ങൾ നോക്കിക്കോളൂ. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ബോർഡാണ് അതിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ ഇപ്പോൾ ഏത് പൊതുമേഖലാ സ്ഥാപനത്തിലും പിന്നെ എന്ത് നടന്നാലും അത് മുഖ്യമന്ത്രി ആയിരിക്കും അതിന് പങ്ക് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ യുക്തിക്ക് നിരക്കുന്നതല്ല. പ്രതിപക്ഷം ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ്. നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവും മറ്റു നേതാക്കളും പറഞ്ഞതുപോലെ CPMും BJPയുമായി ഒത്തുകളി എന്ന ആരോപണം അവർ ശക്തമായി തന്നെ ഉന്നയിക്കുന്നു. ഇന്ന് ഒരു പടി കൂടി മുന്നോട്ട് പോയിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്
വി മുരളീധരനാണ് ഈ ഇടനില നിന്നുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ സർക്കാരിന് വേണ്ടി ഒത്തുതീർക്കുന്നെന്ന ആരോപണം കൂടി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വച്ചു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, അതുപോലെ തന്നെ ലൈഫ് മിഷൻ കോഴ കേസ്, SNC ലാവ്ലിൻ കേസ്, ഇത്തരം കേസുകളിൽ സംഘപരിവാറും പിണറായി വിജയനുമായിട്ട് സെറ്റിൽമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ എത്രയോ പ്രാവശ്യം ആരോപിച്ച അതിന്റെ ഇടനിലക്കാരനാണ് വി മുരളീധരൻ. അതിന്റെ പകരമായിട്ടാണ് മുരളീധരന്റെ സ്വന്തം ആളായ BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനെ മറ്റേ കുഴൽപ്പണ ഇടപാടിൽ നിന്ന് മാറ്റിക്കൊടുത്തത്. പരസ്പര ധാരണയാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും ഈ വിഷയം ചർച്ച ചെയ്തു. നേരത്തെ എടുത്ത നിലപാടിൽ തന്നെ CPM ഉറച്ചു നിൽക്കും. രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയുള്ള നീക്കം കേന്ദ്രം നടത്തുന്നു. വീണ വിജയനെതിരെയുള്ള ആരോപണം സ്വാഭാവികമായും മുഖ്യമന്ത്രി പിണറായി വിജയനും അതുവരെ സർക്കാരിനെയും ലക്ഷ്യമിട്ടുള്ളതാണെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും CPM നേതൃത്വവും. ലൈഫ് മിഷൻ കേസിൽ ശിവശങ്കറിന് ആശ്വാസം. മെഡിക്കൽ റിപ്പോർട്ട് പരിഗണിച്ച് ശിവശങ്കറിന്റെ ഇടക്കാല ജാമ്യം സുപ്രീംകോടതി സ്ഥിരപ്പെടുത്തി. ജസ്റ്റിസ് സുന്ദരേശൻ അടങ്ങിയ ബെഞ്ചിന്റേതാണ് തീരുമാനം. 2023 ഓഗസ്റ്റ് 23-നാണ് ഇടക്കാല ജാമ്യത്തിൽ ശിവശങ്കർ ജയിൽ മോചിതനായത്. ലൈഫ് മിഷൻ കേസിൽ ശിവശങ്കറിനെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള ഒരു വിധി തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ഇടക്കാല ജാമ്യം അത് സ്ഥിരപ്പെടുത്താൻ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അസുഖം അത് കാരണമാണ്, തനിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ചികിത്സയുമായി ബന്ധപ്പെട്ട ജാമ്യം നൽകണമെന്നുള്ള ആവശ്യമായിരുന്നു ഈ കേസിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അത് പരിഗണിച്ചായിരുന്നു ആഗസ്റ്റ് 23-ന് അദ്ദേഹത്തിന് 2023 ആഗസ്റ്റ് 23-ന് അദ്ദേഹത്തിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിക്കുന്ന ശേഷം പിന്നീട് അദ്ദേഹം പുറത്തിറങ്ങിയ ശേഷം ചികിത്സാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയായിരുന്നു. ഒപ്പം തന്നെ അന്ന് ഇടക്കാല ജാമ്യം അനുവദിക്കുന്ന സമയത്ത് സുപ്രീം കോടതി പ്രധാനമായും ചൂണ്ടിക്കാട്ടിയ ഒരു വിഷയമുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള കൃത്യമായ റിപ്പോർട്ട് അത് സുപ്രീം കോടതിയിൽ ഹാജരാക്കണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അതുകൂടി പരിഗണിച്ചാണ് അദ്ദേഹത്തിന്റെ ഇടക്കാല ജാമ്യം ഇപ്പോൾ സ്ഥിരപ്പെടുത്താൻ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് സുന്ദരേശൻ അടങ്ങിയ ബെഞ്ചിന്റെ ഇതാണ് ഈ ഒരു സുപ്രധാനമായ വിധി. അത് വലിയ ആശ്വാസം തന്നെയാണ് ശിവശങ്കറെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യം അറസ്റ്റിലാകുന്നത് ശിവശങ്കറാണ്. അതിനുശേഷം പിന്നീട് യൂണിടാക് MD സന്തോഷ് ഈപ്പൻ അറസ്റ്റിലായെങ്കിൽ പോലും തന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. 10 പേരായിരുന്നു ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിരുന്നത്. പക്ഷേ ശിവശങ്കർ ഒഴികെ മറ്റാരും തന്നെ ജയിൽ വാസം അനുഷ്ഠിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നില്ലായിരുന്നു. അത് വലിയ രീതിയിലുള്ള ചർച്ചയും വലിയ വിവാദങ്ങൾക്കും വഴിവെക്കുകയും ചെയ്തിരുന്നു. പിന്നീട് നിരവധി തവണ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ജാമ്യം ഹർജിയുമായി ശിവശങ്കർ മുന്നോട്ട് പോയി എങ്കിൽ പോലും തന്നെ ജാമ്യം നിഷേധിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നീട് ഒടുവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പിന്നീട് ഹർജി സമർപ്പിക്കുന്നത്. ആ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് നൽകിയ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുകയും അത് ഇടക്കാല ജാമ്യം അനുവദിക്കാനും ഒപ്പം തന്നെ സുപ്രധാന ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും ചില നിബന്ധനകൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. അതൊക്കെ പാലിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം ശിവശങ്കർ നൽകുകയും ചെയ്തു. പക്ഷേ പിന്നീട് സുപ്രീം കോടതി നിർദ്ദേശിച്ച പോലെ ആ റിപ്പോർട്ട് സുപ്രീം കോടതിയിലേക്ക് അന്വേഷണ സംഘം സമർപ്പിക്കുന്നു. റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി എത്തുകയായിരുന്നു. എന്തായാലും ലൈഫ് മിഷൻ കേസിൽ ശിവശങ്കറിനെ സംബന്ധിച്ചൊരു ആശ്വാസകരമായിട്ടുള്ള വിധി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിന് വീണ്ടും നോട്ടീസ്. തിങ്കളാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. ED നോട്ടീസ് കിട്ടിയിട്ടില്ലെന്ന് തോമസ് ഐസക് പ്രതികരിച്ചു. ബുദ്ധിമുട്ടിപ്പിക്കാനാണ് EDയുടെ ശ്രമമെന്നും ഏതുവരെ പോകുമെന്ന് നോക്കാമെന്നും ഐസക് പറഞ്ഞു. കിഫ്ബി മസാല ബോണ്ടിൽ തോമസ് ഐസക്കിന് അത് 2ാം വട്ടമാണ് ED നോട്ടീസ് അയക്കുന്നത്. ആദ്യ തവണ നൽകിയ നോട്ടീസിൽ അതിൽ തനിക്ക് തിരക്കുള്ളത് കൊണ്ട് എത്തിച്ചേരാൻ കഴിയില്ല, താൻ നേരത്തെ ഏറ്റെടുത്തിരിക്കുന്ന പരിപാടികൾക്കടക്കം ഔദ്യോഗികമായ ചില തിരക്കുകളുണ്ട്, അതുകൊണ്ട് ഏറ്റെടുക്കാൻ കഴിയില്ല, ആ ദിവസത്തേക്ക് എത്താൻ കഴിയില്ല എന്ന് കാണിച്ച് തോമസ് ഐസക് വിശദീകരണം നൽകിയിരുന്നു. തുടർന്നാണ് മറ്റൊരു ദിവസത്തേക്ക് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതനുസരിച്ച് ഈ മാസം 22-ന് കൊച്ചിയിലെ ED ഓഫീസിൽ തോമസ് ഐസക് എത്തേണ്ടതുണ്ട്. മസാല ബോണ്ട് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നൊരു സാഹചര്യമുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിൽ ED അന്വേഷണത്തിലേക്ക് കടന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 2ാം വട്ടവും നോട്ടീസ് അയച്ചിരിക്കുന്നത്. ആദ്യ ഘട്ടത്തിൽ നോട്ടീസ് നൽകിയപ്പോൾ തോമസ് ഐസക്കും കിഫ്ബി ഉദ്യോഗസ്ഥരും ഇതിൽ പറഞ്ഞിരുന്നത്, തോമസ് ഐസക് പ്രധാനമായി ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ ചൂണ്ടിക്കാണിച്ചിരുന്നത് തന്റെ വ്യക്തിപരമായ വിവരങ്ങളാണ് ED ആവശ്യപ്പെടുന്നത്. അത്തരം ചില അന്വേഷണങ്ങളാണ് EDയുടെ നോട്ടീസിലുള്ളത്, അതുകൊണ്ട് ആ വിവരങ്ങൾ നൽകാൻ കഴിയുകയില്ല എന്നതടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ നോട്ടീസിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതിയിലെത്തിയത്. ഹൈക്കോടതി ഇത് നിരീക്ഷിക്കുകയും തോമസ് ഐസക് പറയുന്നതിൽ കാര്യങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ട നോട്ടീസ്
നോട്ടീസ് ED-ക്ക് പിൻവലിക്കേണ്ടി വന്നു. അതിനുശേഷമാണ് ഇപ്പോൾ രണ്ടാം ഘട്ട നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്നാൽ തോമസ് ഐസക് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് തന്നെ ഹരാസ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ED-യുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. ഈ നോട്ടീസിനെ ഒരു കാരണവശാലും ഭയപ്പെടുന്നില്ല. അഭിഭാഷകരുമായി ആലോചിച്ചുകൊണ്ട് മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് തോമസ് ഐസക് ED നോട്ടീസിനോട് പ്രതികരിച്ചത്. ഒരു വർഷമായിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചതിൻ്റെ അപ്പുറം അറിഞ്ഞതിനപ്പുറം എന്താ ഉള്ളത്? അവർ കോടതിയിൽ പോയിട്ടുണ്ട്. പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു, കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ വക്കീലന്മാരോട് ആലോചിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കും. അവർ കൊടുത്ത പെറ്റീഷൻ കോടതിയുടെ പരിഗണനയിലാണ്. അതുകൊണ്ട് ഇത് കോടതി എന്താ പറയുന്നത് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. ED രണ്ടാമതും നോട്ടീസ് അയക്കുന്നതിലൂടെ വ്യക്തമാകുന്നത് കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിൽ ഹൈക്കോടതി ആദ്യഘട്ടത്തിൽ ഈ നോട്ടീസ് പിൻവലിക്കണം എന്ന നിർദ്ദേശമടക്കം നൽകിയിരുന്നു. പക്ഷേ ഈ അന്വേഷണത്തെ ഇത് ബാധിക്കാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. അന്വേഷണത്തെ ബാധിക്കാത്ത രീതിയിൽ ED നൽകിയിരിക്കുന്ന നോട്ടീസ് പുതുതായി നൽകിക്കൊണ്ട് അന്വേഷണവുമായി തുടർന്ന് മുന്നോട്ട് പോകാമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ED ഇപ്പോൾ തുടർ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും രണ്ടാമത്തെ നോട്ടീസിന് തോമസ് ഐസക് നേരിട്ട് ഹാജരാകുമോ അതോ മറ്റ് വിശദീകരണങ്ങൾ നൽകുമോ എന്നതാണ് അറിയേണ്ടത്. CPM ഈ ഒരു നടപടിയെ നേരത്തെയും തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമായ നടപടി എന്നാണ് CPM ED-യുടെ നടപടികളെയും വ്യാഖ്യാനിച്ചിരുന്നത്. ഡാനി പോളിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. മഹാരാജാസ് കോളേജിൽ SFI യൂണിറ്റ് സെക്രട്ടറിയെ പരിക്കേൽപ്പിച്ച കേസിൽ KSU പ്രവർത്തകൻ അറസ്റ്റിൽ. 8ാം പ്രതി കണ്ണൂർ സ്വദേശി മുഹമ്മദ് ഇജുലാലാണ് അറസ്റ്റിലായത്. KSU ഫ്രട്ടേണിറ്റി പ്രവർത്തകരായ 15 പേരാണ് പ്രതികൾ. വധശ്രമം അടക്കം 9 വകുപ്പുകളാണ് പ്രതികൾക്കുമേൽ ചുമത്തിയിരിക്കുന്നത്. അധ്യാപകനെ ആക്രമിച്ച ഫ്രട്ടേണിറ്റി പ്രവർത്തകനെതിരെ പ്രതിഷേധിച്ചതിലുള്ള വിരോധമാണ് കത്തിക്കുത്തിലേക്ക് നയിച്ചതെന്നാണ് FIR. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും കേസ്. ജാമ്യം ലഭിച്ചതിന് പിന്നാലെ പൂജപ്പുര ജയിലിന് മുന്നിൽ നൽകിയ സ്വീകരണത്തിനെതിരെയാണ് 12 പേർക്കെതിരെ കേസെടുത്തത്. കണ്ടാൽ അറിയാവുന്ന 200ഓളം പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ 2ാം പ്രതിയാണ്. ലഹളയുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രകോപനമുണ്ടാക്കി ഗതാഗതം തടസ്സപ്പെടുത്തി പൊതുജന സമാധാനം തകർത്തു, സർക്കാർ ഫ്ലെക്സ് ബോർഡുകൾ തകർത്തു, പോലീസ് ആജ്ഞ ലംഘിച്ച് അന്യായ പ്രവൃത്തി നടത്തി എന്നൊക്കെയാണ് FIR-ൽ പറയുന്നത്. ന്യൂസ് 18-ലെ പാഠം 4-ലൂടെ വൈറലായ നിഖിൽ എന്ന ചേട്ടനെയും ഓട്ടിസം ബാധിച്ച അനിയൻ അപ്പുവിനെയും മലയാളികൾ നെഞ്ചോട് ചേർത്ത് കഴിഞ്ഞു. അനുജൻ അപ്പുവിനെ തേടി ഞങ്ങൾ തിരുവനന്തപുരത്തെ നിഖിലിന്റെ വീട്ടിലെത്തി. കേട്ടതിലും ഏറെ ദുരിതപൂർണമാണ് ആ വിദ്യാർത്ഥിയുടെ ജീവിതം. അനിയന് ഓട്ടിസമാണ്. അപ്പം വീട്ടിൽ എനിക്ക് അച്ഛനില്ല, അച്ഛൻ മരിച്ചു. അപ്പം വീട്ടിൽ അമ്മയേ ഉള്ളൂ. അമ്മയ്ക്കും ഇപ്പോൾ അസുഖങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട്ടിൽ അങ്ങനെ നോക്കാനോ ആരും സഹായിക്കാനോ അല്ലെങ്കിൽ കൂടെ വയ്ക്കാനോ ആരും ഒന്നുമില്ല. അപ്പം ഞാനാണ് എല്ലാം വീട്ടിലെ കാര്യം നോക്കുന്നത്. അപ്പം എൻ്റെ ജീവിതം ഇതാണ്. അവനെ നോക്കണം, അമ്മയുടെ കാര്യം നോക്കണം, വീട്ടിലെ ജോലികൾ ചെയ്യണം, അതിൻ്റെ കൂടെ പഠിത്തം. എൻ്റെ ജീവിതം പണ്ട് തൊട്ട് ഇപ്പം വരയ്ക്കും സ്ട്രെസ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇപ്പം എന്താ പറയുക, സന്തോഷം അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ സന്തോഷിക്കാറുണ്ട് എന്ന് പറയാനൊന്നും ഇല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതിൽ വെച്ച് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു വീഡിയോ, അത് ഭയങ്കരമായിട്ട് വൈറലാവുകയും നിങ്ങൾ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തു. നമ്മുടെ നിഖിലിൻ്റെ സെൻറ്റ് തോമസ് സ്കൂളിൽ +2 പഠിക്കുന്ന നിഖിലിൻ്റെ വീഡിയോ. അനിയൻ ഓട്ടിസ്റ്റിക് ആണ്, അമ്മയ്ക്ക് പാർക്കിൻസൺസ് രോഗമാണ്. അനിയനെയും അമ്മയും നോക്കുന്നതും വീട്ടിലെ കാര്യങ്ങൾ മൊത്തം നോക്കുന്നത് നിഖിലാണ്. പക്ഷെ അവനത് പറഞ്ഞത് അത്രയും പോസിറ്റീവായിട്ടാണ്. അതുകൊണ്ട് നമ്മൾ അവൻ്റെ സ്കൂളിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ആ സ്കൂളിലെ കാഴ്ചകളൊക്കെ കണ്ടു. പക്ഷേ വീട്ടിലെ നിഖിൽ എന്താണെന്ന് അറിയണം. അതുപോലെ അനിയൻ അപ്പൂനെ കാണണം, അമ്മയും കാണണം. കേറാം. ഹലോ. അപ്പൊ ഇതാണ് നമ്മുടെ നിഖിൽ. ഇത്രയും വൈറലായ നിഖിൽ വൈറലായത് നിഖിലിന്റെ കഷ്ടപ്പാട് കണ്ടിട്ടല്ല, പക്ഷെ അവന്റെ പോസിറ്റീവ് കണ്ടിട്ടാണ്. ഇത് നിഖിലിനെ കാട്ടി ഒരുപാട് പ്രശ്നമുള്ള ആളുകളുണ്ടാവാം, ഒരുപാട് കുട്ടികളുണ്ടാവും. പക്ഷെ നിഖിലിന്റെ ആ പോസിറ്റിവിറ്റി അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ, ഓടുന്ന കണ്ടില്ലേ വൈറലായിട്ട്. നമുക്ക് അകത്തോട്ട് പോയാലോ? അപ്പു അവിടെ ഉണ്ട്. അപ്പൊ അപ്പുവിനെ നേരത്തെ പരിചയപ്പെടുത്തി. അന്ന് നമ്മളെല്ലാവരും അപ്പുവിനൊരു ഹായ് ഒക്കെ പറഞ്ഞാണ്. അപ്പു കിടക്കുവാണ്. ഹലോ അപ്പു, ഹലോ ഹലോ പറഞ്ഞേ, ഹലോ പറഞ്ഞേ. കുഴപ്പമില്ല. കുഴപ്പമില്ല. ഓക്കെ.
ഓക്കെ നിഖിലേ, ഇങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു നമ്മുടെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒത്തിരി വിളിയൊക്കെ വന്നെന്ന് അറിഞ്ഞല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു എന്നിട്ട്? എന്ന് പറയാനാ ഭയങ്കര സന്തോഷം. കാര്യം ഒരുപാട് പേര് സഹായിക്കാനും ഇപ്പം നല്ല മനസ്സുള്ളവരൊക്കെ സഹായിക്കാനൊക്കെ ശ്രമിക്കുക എന്ന് പറയുന്നത് ഇപ്പം അങ്ങനെ ആരും സഹായിക്കാറോ അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല. ഇങ്ങനെ ഒരു നല്ല മനസ്സുള്ളവർ നമ്മൾ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷം തന്നെയാണ്. ഇപ്പോഴതാ ഇപ്പം നിങ്ങൾ വരുന്നതിന് കുറച്ച് മുമ്പ് വിളിച്ചതേ ഉള്ളൂ. 2-3 പേര്. അപ്പൊ ഒന്ന് എഴുന്നേറ്റിരുത്താൻ നോക്കിയേ, ഇരിക്കോ നോക്കിയോ ഒന്ന്. അപ്പൊ ഇതാണ് നിഖിലും അപ്പും തമ്മിലുള്ളൊരിത്. ഞാൻ കണ്ടിടത്തോളം എനിക്ക് തോന്നുന്നു ചേട്ടൻ പറഞ്ഞാൽ കേൾക്കുന്നുണ്ട് അപ്പു. എടാ ഇവിടെ നീ ഇപ്പൊ എല്ലാ കാര്യങ്ങളും വീട്ടിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എല്ലാവർക്കും കുറെ അത്ഭുതമാണ്. +2 പഠിക്കുന്ന ഒരു കുട്ടി എങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്യും എന്നുള്ളൊരു അത്ഭുതം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് കണ്ട് ആൾക്കാർക്ക് കാണിച്ചും കൂടി കൊടുക്കണമല്ലോ. അപ്പം നമ്മൾ സ്കൂളിൽ യൂണിഫോമിലേ കണ്ടുള്ളൂ നിഖിലിനെ. ഇവിടെ വന്നിട്ടൊന്ന് കാണാമെന്ന് വിചാരിച്ചാണ് വന്നത്. അപ്പോൾ അമ്മയെ ഒന്ന് കാണണം. ഇപ്പൊ ഇന്ന് വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? ഇപ്പം ഞാനിപ്പോൾ ആക്ച്വലി വന്നതേ ഉള്ളൂ. നിങ്ങൾ വരുന്ന കുറച്ച് മുമ്പ് വന്നേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഉടനെ തന്നെ ഞങ്ങൾ കുളിച്ചു. എന്നിട്ട് ഇവന് ഫുഡും കൊടുത്തിട്ട് ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ചിട്ടാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൂന് ഭക്ഷണം അപ്പു തന്നെ കഴിക്കുമോ? അല്ല, ഞാൻ തന്നെ കൊടുക്കണം. അതായത് വാരി കൊടുക്കണം. അല്ലാതെ കഴിക്കത്തില്ല? അല്ലാതെ കഴിക്കില്ല. വേറെ എന്തൊക്കെയാ അപ്പൂന് വേണ്ടി ചെയ്യേണ്ടി വരിക? അപ്പൂന് ടോയ്ലറ്റിൻ്റെ കാര്യങ്ങളാണെങ്കിലും അവൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം. എല്ലാം കഴുകി കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതും അവനെ കിടത്തുന്നതും അവന് ആഹാരം കൊടുക്കുക എല്ലാം സകലമായ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതല്ലാതെ അപ്പൂന്റെ കാര്യങ്ങളല്ലാതെ അമ്മയുടെ കാര്യം പറയുമ്പോൾ അമ്മയ്ക്കും വയ്യ. അപ്പൊ അമ്മയ്ക്ക് ഫുഡൊക്കെ എടുത്ത് കഴിച്ചോളൂ? അമ്മ ഫുഡൊക്കെ അമ്മ കഴിച്ചോളും. ബട്ട് അമ്മയ്ക്ക് ഈ സ്ലഗി മൂമെന്റ്സ് ആണ്. അതായത് ഇപ്പം ഇത്തി വിറയലും കാര്യങ്ങളും പിന്നെ നടക്കാൻ ബുദ്ധിമുട്ട് അങ്ങനത്തെ എല്ലാം പതുക്കെ ചെയ്യാൻ പറ്റും. ഒരു സ്പീഡില്ല ഒന്നിനും. അതാണ് ഈ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ട് എത്ര കാലമായി? ഇതിപ്പോൾ ഓൾമോസ്റ്റ് 2 വർഷം. ഇതാണ് അപ്പൊ നമ്മുടെ ലോകം, നമ്മുടെ അടുക്കള. അപ്പൊ ഇവിടെ വൈകുന്നേരം എന്താ ഉണ്ടാക്കാൻ പ്ലാൻ? എന്താ ഇന്ന് വൈകുന്നേരം എന്താണ് പറ്റുന്ന അത് ചെയ്യും. ഇപ്പൊ ചോറുണ്ടാക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള കറികളോ അങ്ങനെ എന്തെങ്കിലും വെക്കാനുള്ളൊരു അതൊന്നും നമുക്ക് വലിയ പ്രാധാന്യം ഇല്ലല്ലേ ഈ ഭക്ഷണം എന്താവണം എന്നൊക്കെ ഉള്ളത്? അല്ലല്ല, എന്തെങ്കിലും കഴിച്ചാൽ മതി. നമുക്ക് വയറിലെ വിശപ്പ് മാറ്റിയാൽ പോരെ, എന്റെ ആവശ്യമുള്ളൂ. എന്നാലും ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താ? ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ഏറ്റവും? നോൺ വെജ് പ്രേമിയാണ്. എനിക്ക് നോൺ വെജ് ജീവനാണ്. പക്ഷെ നമുക്ക് പൈസയില്ല, എല്ലാം വാങ്ങിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം മോസ്റ്റ്ലി അത് ഒഴിവാക്കിയാണ് ചെയ്യുന്നത്. നമുക്ക് ഇനി ഇവിടെ നിന്ന് കൂടുതൽ സമയം ചുറ്റിത്തിരിയണ്ട, നമുക്ക് അമ്മയും കൂടെ ഒന്ന് കാണണം. അമ്മ ഇവിടെ ഉണ്ട്. അപ്പം ഭയങ്കര മോന്റെ കാര്യത്തിൽ ഏറ്റവും ഇതിനെക്കാട്ടി കഷ്ടപ്പാടുള്ള പിള്ളേരൊക്കെ ഉണ്ടാവും. പക്ഷെ അവന്റെ പോസിറ്റീവ്, അവന്റെ സ്മൈൽ, അവനത് പറഞ്ഞ രീതി, അതൊക്കെയാണ് ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമായത്. അപ്പോൾ ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട് എന്ത് നന്നായിട്ടാണ് സംസാരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ കമന്റ്സ് ഒക്കെ അമ്മ വായിച്ചു കാണുമല്ലോ. എന്താ തോന്നിയേ? എനിക്ക് ഭയങ്കര അഭിമാനമാണ് തോന്നി എൻ്റെ മോനെ കൊണ്ട്. ലൈക്ക് ഐ എം സോ പ്രൗഡ് ഓഫ് ഹിം. ഞാൻ പുണ്യം ചെയ്യണം എനിക്കിങ്ങനെ ഒരു മകനെ കിട്ടിയതുകൊണ്ട്. പിന്നെ അവന് പ്രയാസം എന്ന് പറഞ്ഞാൽ എന്നെയും നോക്കണം, അപ്പൂനെയും നോക്കണം. അതിൻ്റെ ഇതിൽ എനിക്ക് ഇച്ചിരി വിഷമമുണ്ട്. അല്ലാതെ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു എൻ്റെ മോനെ കൊണ്ട്. കാരണം അവൻ ഇത്രയും പഠിക്കാനുള്ളതിലും അവനെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു ജീവിതം. അപ്പോൾ എപ്പോഴും അവനോട് പറയും, മോനെ എല്ലാ കഷ്ടപ്പാടിനും ഒരു അവസാനം ഉണ്ടാവും. ഇപ്പം ദൈവമായിട്ട് കൊണ്ടുവന്നതായിരിക്കും ഈ അനുഗ്രഹം. ഞാൻ വലിയ അനുഗ്രഹമായിട്ട് കാണുക. അത് എനിക്ക് ഇത്രയും ആൾക്കാരുടെ റെസ്പോൺസിൽ എനിക്ക് എല്ലാവരുടെ അടുത്തും ഒരു കൂട്ടുകൈ മാത്രം, നന്ദി മാത്രം, വേറെ വാക്കുകളൊന്നുമില്ല. എനിക്ക് ഇത് ഒരു ആക്സിഡൻ്റായിട്ട് ഇത് പറ്റിയെങ്കിലും ദൈവാനുഗ്രഹം കൊണ്ടാണ് ഇത്രയും പേര് അവനെ വിളിക്കാനും സംസാരിക്കാനും. അവന് നന്ദി മാത്രം ഈശ്വരനോട്. ബാക്കി എന്താ പറയണത്, എനിക്ക് വാക്കുകളില്ല. നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ. അപ്പോൾ അവന് ആ ഷെഫ്, അവന് കമൻസിലെല്ലാം ഷെഫ് സുരേഷ് പിള്ള എന്നാ എഴുതിയേക്കണേ. അപ്പം അവനൊരു ഷെഫ് ആട്ടെ. സഹായം ചോദിക്കുന്നവരടുത്ത് എന്ത് സഹായമാണ് വേണ്ടതെന്ന് അവർ ചോദിക്കാൻ സാധ്യതയുണ്ടല്ലോ. അപ്പം അമ്മ എന്താണ് ആഗ്രഹിക്കുന്നത്? എന്താ അവരോട്? ഈ മോൻ്റെ ഒരു എഡ്യൂക്കേഷൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ ഞാൻ കൺസേൺഡ്, വേറെ ഒന്നുമില്ല. എൻ്റെ മോൻ്റെയും അപ്പൂൻ്റെയും കാര്യം മാത്രം. അപ്പൂനെ നല്ലൊരു സ്കൂളിൽ ചേർക്കണം.
ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. എന്തായാലും ഇതെല്ലാവർക്കും ഒരു മാതൃകയാക്കാമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതിലും വലിയ ദുഃഖത്തിലുള്ളവരുണ്ടാകാം, എങ്കിലും സഹായിച്ചവർക്ക് നന്ദി പറയുകയാണ് കുടുംബം. തിരുവനന്തപുരത്തു നിന്നും ക്യാമറാമാൻ ഷിജു ചവറയ്ക്കൊപ്പം KS അശ്വതി, News 18. ജീവിതത്തിൽ വഴി അറിയാതെ നിന്ന നിഖിലിന്റെ കൈപിടിച്ച് ഷെഫ് സുരേഷ് പിള്ള തുടർ പഠനവും മികച്ച ജോലിയും വാഗ്ദാനം ചെയ്തു. ഇന്നലെ വരെ ഇത് നിഖിലിന് സ്വപ്നമായിരുന്നു. ഇന്ന് News 18 അത് സാക്ഷാത്കരിച്ചു. ഹായ് നിഖിൽ, ഭയങ്കര സന്തോഷം. അതിന്റെ ആ ഒരു ആത്മവിശ്വാസത്തോടെ സംസാരിച്ച കേട്ടപ്പോൾ തന്നെ ബാക്കിയുള്ള മുഴുവൻ കഥകൾ കേൾക്കുന്നതിന് മുന്നേ എനിക്ക് മനസ്സിലായി. പിന്നാലെ നിഖിലിനെ ഇരട്ടി ഹാപ്പിയാക്കിയ ഷെഫ് പിള്ളയുടെ വാക്കുകൾ. പഠിപ്പിക്കാം, ജോലിയും തരാം. പ്ലസ് ടു പഠിക്കുകയാണെന്ന് എനിക്കറിയാം. പ്ലസ് ടു പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ ഏതെങ്കിലും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു 4 ഇയർ IHM പ്രത്യേകിച്ച് അത് ബാംഗ്ലൂരിലോ ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ കോളത്താണ് തൊട്ടടുത്തുള്ളത്, അതല്ലെങ്കിൽ ചെന്നൈയിലോ ബാംഗ്ലൂരോ ഉള്ള ഒരു 4 വർഷത്തെ ഒരു IHM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിന്റെ ഒരു കോഴ്സ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് അതിനോടൊപ്പം തന്നെ ഒന്നുകിൽ ബാംഗ്ലൂർ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വന്ന് ഒരു അവിടെ നിന്ന് ജോലി ചെയ്ത് അതിന്റെ ട്രെയിനിങ് ചെയ്തിട്ട് കോളേജിൽ പഠിക്കുന്ന ഒരു അവസരം ഉണ്ടാവും. ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനുശേഷം നിന്റെ ആഗ്രഹം പോലെ ഏതൊക്കെയാണ്, ഏത് മേഖലയിലാണ്, ഏത് ക്വിസിനാണ് നിനക്ക് താല്പര്യം, അതനുസരിച്ചുള്ള ഒരു സ്പെഷ്യലൈസ് ട്രെയിനിങ്ങും ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനുശേഷം ഒരു ജോലി എല്ലാം വരുന്നൊരു സംഭവമാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഉടൻ നിഖിലുണ്ടാക്കിയ സ്പെഷ്യൽ നൂഡിൽസ് കഴിക്കാൻ തിരുവനന്തപുരത്തെ വീട്ടിലെത്തും. അവധിക്കാലത്ത് കൊച്ചിയിലെ ലേ മെറിഡിയനിലെ ഷെഫ് പിള്ളയിൽ പരിശീലനം നൽകും. ഈ റെസ്റ്റോറൻറ്റിൽ സ്കൂളിലെ വെക്കേഷൻ ടൈമിൽ ആഫ്റ്റർ എക്സാം ഉണ്ടല്ലോ, എക്സാം കഴിഞ്ഞിട്ടുള്ള ഒരു വെക്കേഷൻ ടൈമിൽ ഇവിടെ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യിപ്പിക്കാൻ ഞാനിപ്പോൾ കിച്ചൺ എന്ന് കാണിക്കാം. നമ്മുടെ ഷെഫുമാരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഷെഫുമാരല്ല, ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹത്തിന് ഷെഫ് ആവാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ നമ്മളിവിടെ ഇന്റേൺഷിപ്പിന് അടുത്ത ആഴ്ച കൊണ്ടുവരും. അത് കഴിഞ്ഞ് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചിട്ട് പുള്ളിയെ നമ്മുടെ RCPയിലെ ഷെഫാക്കി മാറ്റണം. എല്ലാം കേട്ട് നിഖിലിന്റെ മനസ്സും അമ്മയുടെ കണ്ണും നിറഞ്ഞ നിമിഷം. എനിക്ക് വാക്കുകളില്ല. ഇതെല്ലാം ഒരു നിമിത്തം പോലെ വന്നു. ദൈവാനുഗ്രഹവും എന്താ പറയുന്നത്, എനിക്ക് ഒന്നും പറയാൻ വാക്കുകളില്ല. സന്തോഷമാണോ എന്നോട് സങ്കടമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല എന്താണെന്ന് പറയേണ്ടത് ഈ നിമിഷത്തില്. നന്ദി മാത്രം എന്നുള്ള വാക്ക് മാത്രമേ എനിക്ക് വരുന്നുള്ളൂ. ജഗദീശ്വരനോട് നന്ദി. പ്രാർത്ഥന അങ്ങനെ ഒന്നിനോടും വിശ്വാസമൊന്നുമില്ല. കാര്യം ജീവിതം ഒരു സന്തോഷമോ അല്ലെങ്കിൽ എന്താ പറയാ ഒന്നിനോടും താല്പര്യമില്ല, അങ്ങനെയൊക്കെ ഒരു അവസ്ഥ. പക്ഷെ ഇതിലൂടെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ദൈവം ഒരാളെ എത്രത്തോളം ഇത്രയും പെട്ടെന്ന് ഒരാളെ ഉയർത്തിയെന്ന് പറയുന്നത് വളരെ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് സത്യം പറഞ്ഞാൽ. ആ ഒരു ഇപ്പം ദൈവവിശ്വാസം വന്നു തുടങ്ങി. കേട്ടപാടെ ഷെഫ് പിള്ളയുടെ മറുപടി ഇങ്ങനെ: നിഖിലിനെയും നിഖിലിന്റെ കുടുംബത്തെയും ഞങ്ങളങ്ങ് എടുത്തു. ഈ നിമിഷത്തിൽ അഭിമാനത്തോടെ News 18 കേരളം. കൈവശ ഭൂമിക്ക് പട്ടയം വേണമെന്ന ആവശ്യം ഉന്നയിച്ച് തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ വയോധിക നടത്തിവന്ന സമരം ഫലം കണ്ടു. കലയന്താനി സ്വദേശി അമ്മിണിക്ക് പട്ടയത്തിന് അർഹതയുണ്ടെന്ന് തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. പട്ടയം കയ്യിൽ കിട്ടാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് അമ്മിണി. 1975 മുതൽ തൊടുപുഴ കലയന്താനിയിലെ സർക്കാർ തരിശു ഭൂമിയിൽ താമസിച്ചുകൊണ്ടിരുന്ന അമ്മിണിയുടെ കൈവശ ഭൂമിക്ക് പട്ടയം ലഭിക്കുവാൻ നിരവധി തവണ അപേക്ഷ നൽകിയിട്ടും നടപടിയുണ്ടായില്ല. കൂടാതെ സമീപത്തെ സ്ഥലമുടമ അമ്മിണിയുടെ കൈവശ ഭൂമി കയ്യേറുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു തൊടുപുഴ താലൂക്ക് ഓഫീസിൽ ബുധനാഴ്ച മുതൽ അമ്മിണി സമരം ആരംഭിച്ചത്. വിഷയത്തിൽ റവന്യൂ മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതോടെ തഹസിൽദാർ ബിജിമോൾ AS ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. പട്ടയത്തിന് അർഹതയുള്ള ആളാണെന്നും 40 വർഷത്തിലധികമായി അമ്മിണി ഇവിടെ താമസമുണ്ടെന്നുമാണ് റിപ്പോർട്ട്. അത് പഴയ ഫയലാകുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ. പഴയ ഫയൽ പരിശോധിച്ച് സ്ഥലം പരിശോധിച്ചിട്ട് സർവേർക്ക് റിപ്പോർട്ട് തരാനായിട്ട് സാധിക്കുകയുള്ളൂ. നോട്ടീസ് ഇന്ന് തന്നെ ആലക്കോട് VO കൊടുക്കും. പ്രശ്നം പരിഹരിക്കാൻ 25-ന് ഹിയറിംഗ് നടത്തും. അമ്മിണിയുടെ സ്ഥലം കൈവശപ്പെടുത്തിയിരിക്കുന്ന എതിർകക്ഷികളുടെ പട്ടയവും പരിശോധിക്കും. അതേസമയം അമ്മിണിയുടെ പട്ടയ നടപടികൾ റവന്യൂ വകുപ്പ് വേഗത്തിലാക്കുമ്പോഴും പട്ടയം കയ്യിൽ കിട്ടാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് ഇവർ. എനിക്ക് വില്ലേജ് ഓഫീസർ എഴുതി വെച്ചാക്കുന്ന സ്ഥലം എനിക്ക് കിട്ടണം. അത് പട്ടയം തരിശായിട്ടുള്ള സ്ഥലമാണ്, പട്ടയത്തിന് അർഹതയുള്ളതുമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് എനിക്കത് കിട്ടിയേ പറ്റും, അല്ലാതെ ഞാൻ സമരം നിർത്തില്ല.
ഉള്ള സ്ഥലത്തിന് പട്ടയം തന്നെ സമരം നിർത്തൂല. കയ്യിലിരിക്കാൻ ആ തറയ്ക്ക് വേണ്ടിയില്ല, പാറക്കെട്ടിന് വേണ്ടി നിർത്തൂല സാറേ. എന്ത് ചെയ്യാൻ നിർത്തൂല. അവർ കെട്ടിയേക്കണ മതിൽ എൻ്റെ മുറ്റത്ത് പൊളിച്ച് കളയണം. പൊളിച്ച് എനിക്ക് ആ കെട്ടിയേക്കണ എൻ്റെ കെട്ടിയതിന് അടക്കിയേക്കണ സ്ഥലം അതിൽ അങ്ങനെ റോഡ് വരെ ആഗതമായ കുഴി കിടന്ന് ഞാനാണ് മൂടിയെടുത്തത്. ഞാനവിടെ ഇല്ലാത്ത സമയത്ത് നാരായണ ഒരു ലോഡ് മണ്ണ് അതിൽ കൊണ്ടുവിട്ടു അവകാശം പറഞ്ഞിട്ടുണ്ട്. ഞാനവിടെ ഇല്ലാത്ത സമയത്ത്, അല്ലാതെ ഞാൻ മാറില്ല സാറേ. പട്ടയം നൽകുന്നതിന് സർവേ നടപടികളടക്കം പൂർത്തീകരിക്കുന്നതിന് കാലതാമസമെടുക്കും. കൂടാതെ 1964 ചട്ടപ്രകാരം പട്ടയം നൽകുന്നത് താൽക്കാലികമായി തടഞ്ഞ ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. ഇതും അമ്മണിയുടെ പട്ടയ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വിലങ്ങുതടിയാണ്. ന്യൂസ് 18 തൊടുപുഴ. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രക്കെതിരെ കേസെടുത്ത് അസം പോലീസ്. യാത്ര സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജോർഹട്ട് പോലീസ് സംഘാടകർക്കെതിരെ സ്വമേധയാ കേസെടുത്തത്. അനുവദിച്ചിരുന്നതിൽ നിന്ന് ഭിന്നമായ റൂട്ടിലാണ് യാത്ര കടന്നുപോയതെന്ന് ആരോപിച്ചാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജനുവരി 25 വരെയാണ് അസമിൽ രാഹുലിന്റെ പര്യടനം. ശിവസാഗർ ജില്ലയിൽ നടന്ന പൊതുപരിപാടിയിൽ അസം സർക്കാരിനെതിരെ രാഹുൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം. മദ്യനയ കേസിൽ 4 തവണ ഹാജരാകാൻ ഇഡി നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ കെജ്രിവാൾ ഹാജരാകാൻ തയ്യാറായില്ല. സമൻസ് നിയമവിരുദ്ധവും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബിജെപി നടത്തുന്ന രാഷ്ട്രീയ കളിയുമാണെന്നും കെജ്രിവാൾ ആരോപിച്ചു. അറസ്റ്റ് ചെയ്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം തടയലാണ് ലക്ഷ്യമെന്നും നോട്ടീസിന് മറുപടി നൽകിയില്ലെന്നും കെജ്രിവാൾ പ്രതികരിച്ചു. ഇതോടെയാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഇഡി ശക്തമാക്കിയത്. കോട്ടയം കുടമാളൂരിൽ ഓടുന്ന കാറിന് തീപിടിച്ചു. കുടമാളൂർ സ്വദേശി കൃഷ്ണകുമാറും സഹോദരിയുമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. കാർ പൂർണ്ണമായും കത്തിനശിച്ചു. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, കാർ പൂർണ്ണമായും കത്തിനശിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങൾ കാണാം നമുക്ക്. ഇവർ രണ്ടും പരിക്കുകളില്ലാതെയാണോ രക്ഷപ്പെട്ടത്? എന്താണ് സംഭവിച്ചത്? രേണുക, രണ്ടുപേരും പരിക്കുകളില്ലാതെ തന്നെ രക്ഷപ്പെട്ടു എന്നുള്ള ആശ്വാസകരമായ കാര്യം ആദ്യം തന്നെ പറയാം. ഇവർ കുമാരനെല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പോയ ശേഷം അവിടെ നിന്ന് മടങ്ങുന്ന വഴിയാണ് ഈ അപകടം ഉണ്ടായത്. കുമാരനെല്ലൂർ സ്വദേശികളാണ് കൃഷ്ണകുമാറും സഹോദരിയും. ഇവിടെ ഈ വഴിയിലേക്ക്, പ്രധാനപ്പെട്ട റോഡിലേക്ക് എത്തിയപ്പോൾ ബോണറ്റിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടു. ഉടൻ തന്നെ വാഹനം നിർത്തി പരിശോധിക്കാൻ തുടങ്ങിയപ്പോഴാണ് വളരെ വേഗത്തിൽ തീ ആളിപ്പിടിക്കുന്നത് ഉണ്ടായത്. അവർ അവിടെ നിന്ന് മാറി സമീപവാസികളെല്ലാം ചേർന്ന് ഈ തീ അണയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. കോട്ടയത്ത് നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റും എത്തി ഈ തീ അണയ്ക്കാൻ ഏറ്റവും ഒടുവിൽ സഹായം നൽകി. എന്തായാലും എന്താണ് ഈ അപകട കാരണം എന്നതടക്കം ഇനി സാങ്കേതികമായ ശാസ്ത്രീയമായ പരിശോധനയിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ കാറുകൾ ഇങ്ങനെ കത്തുന്നത് ഒരു തുടർക്കഥയായി സംസ്ഥാനത്ത് മാറുകയാണ്. രേണുക. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. അണിഞ്ഞൊരുങ്ങി അയോധ്യ. അയോധ്യയിൽ പ്രാൺ പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള പൂജാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇന്നുകൂടി മാത്രമാണ് പൊതുജനങ്ങൾക്ക് ദർശനത്തിന് അവസരം. പ്രതിഷ്ഠയ്ക്ക് ശേഷമായിരിക്കും ഇനി പ്രവേശനം. ശ്രീരാമക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ ചിത്രം പുറത്തുവന്നു. ഞാനിപ്പോഴുള്ളത് അയോധ്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായ ലതാ ചൌക്കിലാണ്. ലതാ ചൌക്കിൽ ഇവിടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ വന്നാൽ, പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും മറ്റ് രാഷ്ട്രീയ നേതാക്കളായാലും ഒക്കെ വന്നാൽ ആദ്യമെത്തി ഇവിടെ മാധ്യമങ്ങളെ കാണുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ലതാ ചൌക്ക്. ലതാ ചൌക്കൊക്കെ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം അകലെയാണ് രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ രാമജന്മഭൂമിയിലൂടെയുള്ള വീഥികളാണ് ഇവയെല്ലാം. ഇതിനൊക്കെ ഏറെ പ്രാധാന്യമുള്ള ഓരോ പേരുകൾ നൽകിയിട്ടുള്ള വീഥികൾ കൂടിയാണ്. ഇപ്പോൾ ഈ ഓരോ സ്ഥലങ്ങളിലും ഇപ്പോൾ യോഗി ആദിത്യനാഥ് അടക്കം ഇവിടെ എത്തി സുരക്ഷാ ചുമതലകൾ വിലയിരുത്തുന്നത് കൂടി നമ്മൾ കണ്ടു. വലിയ കനത്ത സുരക്ഷയിലാണ് അയോധ്യയും പരിസരവും എന്നുള്ളത്. ഓരോ സ്ഥലങ്ങളിലുമുള്ള സുരക്ഷ അത് പഴുതടച്ചുള്ള
കർശനമായ സുരക്ഷ അയോധ്യയിലും പരിസരങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്രസേനയുടെ വലിയ സാന്നിധ്യം ഈ മേഖലയിലുണ്ട്. അയോധ്യയിലെ ഓരോ നിരത്തുകളും ഇപ്പോൾ കേന്ദ്രസേനയുടെ നിയന്ത്രണത്തിലാണ്. അവരാണ് ഇനിയുള്ള ദിവസങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുക എന്നുള്ളതുകൂടി പ്രേക്ഷകർ മനസ്സിലാക്കണം. കാരണം പ്രധാനമന്ത്രി അടക്കമുള്ള വിശിഷ്ട വ്യക്തികൾ വരുന്ന പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നു, സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നു. 21-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തുക. അദ്ദേഹം 21-ന് എത്തുകയും തുടർന്ന് ഈ ചൗക്കിലെത്തി, ഈ ലതാ ചൗക്കിലെത്തി ഇവിടെ നിന്ന് രാമക്ഷേത്രത്തിലേക്ക് പോവുകയും ചെയ്യും. 22-ന് അദ്ദേഹം രാവിലെ ഈ സരയൂ നദിയിൽ സ്നാനം നടത്തി അവിടെ നിന്ന് 2 കിലോമീറ്റർ നടന്നാണ് അയോധ്യ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് എന്നുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ആ തരത്തിലാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. അതിനൊരു പക്ഷേ അതിനുള്ള തീരുമാനങ്ങളൊക്കെ നമുക്ക് വരാൻ കൃത്യമായി സുരക്ഷാ ഏജൻസികളടക്കം കൃത്യമായി നിർവഹിക്കുന്നതേ ഉള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ രാമ വിഗ്രഹം ക്ഷേത്രത്തിൽ സ്ഥാപിച്ചു എന്നുള്ളതാണ്. ഇന്നലെയാണ് രാംലല്ലയുടെ വിഗ്രഹം ക്ഷേത്രത്തിൽ സ്ഥാപിച്ചത്. മൈസൂരുവിലെ ശില്പി അരുൺ യോഗിരാജ് കൃഷ്ണശിലയിൽ കൊത്തിയെടുത്ത 51 ഇഞ്ച് ഉയരമുള്ള വിഗ്രഹമാണിത്. ശ്രീരാമന്റെ 5 വയസ്സ് പ്രായമുള്ള രൂപമാണ് ആവിഷ്കരിക്കുന്നത്. അതിനുശേഷം അവിടെ ഗർഭഗൃഹത്തിൽ സ്ഥാപിച്ച് പഞ്ചാംഗ വിധി പ്രകാരമുള്ള പൂജകൾ നടത്തി. പ്രായശ്ചിത്ത പൂജകൾ അടക്കം നടക്കുന്നുണ്ട്. കലശമടക്കം നടക്കുന്ന സാഹചര്യമുണ്ട്. അവിടെ താന്ത്രിക വിധി പ്രകാരം 121 മുനിമാർ ചേർന്നുള്ള പൂജാവിധികളാണ് ഇപ്പോൾ അയോധ്യയിൽ പുരോഗമിക്കുന്നത്. 21 വരെ ഈ പൂജകൾ തുടരും. തുടർന്നാണ് പ്രധാനമായ പ്രാൺ പ്രതിഷ്ഠ, അതായത് ഈ ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് ദൈവിക ചൈതന്യം ആവാഹിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട പൂജാകർമ്മങ്ങൾ നടക്കുക. കാശി മഠാധിപതി അടക്കമുള്ളവർ, കാശിയിലെ പ്രധാനപ്പെട്ട പൂജാരിമാർ അടക്കമുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പൂജാരിമാർ ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നു. കൂടാതെ സരയൂ നദീ തീരത്ത് വലിയ ഹോമം നടക്കുന്ന പശ്ചാത്തലം കൂടി ഉണ്ട്. 20,000-ഓളം സന്യാസിമാർ പങ്കെടുക്കുന്ന ആ ഹോമം കഴിഞ്ഞ 14-ാം തീയതി മുതൽ വലിയ തോതിൽ നടക്കുന്നു. മന്ത്രധ്വനികളാൽ മുഖരിതമാണ് ഈ അയോധ്യ നഗരവും പരിസരവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടേക്ക് വരുന്ന വിശിഷ്ട വ്യക്തികളാണ്. തെന്നിന്ത്യൻ സൂപ്പർ താരങ്ങളടക്കം നിരവധി ആളുകളെ ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് അക്ഷരം നൽകി ക്ഷണം നൽകിയത് കൂടി നമ്മൾ കണ്ടതാണ്. ആരൊക്കെ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരാനുണ്ട്. കേരളത്തിൽ നിന്നടക്കം നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. അമൃതാനന്ദമയ മഠത്തിൽ നിന്നും അമൃത സ്വരൂപാനന്ദപുരി ആയിരിക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഒരുപക്ഷെ ആദ്യത്തെ VIP അദ്ദേഹമായിരിക്കും ഈ ചടങ്ങിൽ പങ്കെടുക്കുക. അതടക്കം നിരവധി ആളുകളെ ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുന്നുമുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള രാജ്യം കാത്തിരിക്കുന്ന പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ, അവസാനവട്ട ഒരുക്കങ്ങളിലാണ് അയോധ്യ. ഇന്നുകൂടി മാത്രമാണ് ഇവിടേക്ക് ഈ അയോധ്യ ക്ഷേത്രത്തിലേക്ക് സാധാരണ ജനങ്ങൾക്ക് ദർശനത്തിനുള്ള സമയമുണ്ടാവുക. നാളെ മുതൽ ക്ഷേത്രം പൂർണ്ണമായും സാധാരണ ജനങ്ങളെ ഒഴിവാക്കിയുള്ള സംവിധാനമായിരിക്കും ഒരുക്കുക എന്നാണ് മനസ്സിലാകുന്നത്. നാളെ മുതൽ ക്ഷണിക്കപ്പെട്ട ആളുകൾക്ക് മാത്രമാകും ദർശനത്തിനുള്ള സമയം നൽകുക എന്ന് മനസ്സിലാകുന്നു. അതിനുശേഷം 23-നാണ് വീണ്ടും പൊതുജനങ്ങൾക്കായി ക്ഷേത്രം തുറന്നു കൊടുക്കുക. അത് പുതിയ വിഗ്രഹം, പ്രതിഷ്ഠ കഴിഞ്ഞുള്ള പുതിയ വിഗ്രഹത്തിനെ കാണാനുള്ള അവസരമായിരിക്കും പൊതുജനങ്ങൾക്ക് ഉണ്ടാകുക. അങ്ങനെ ഓരോ തരത്തിലുള്ള സംവിധാനങ്ങളും തയ്യാറാകുന്നു. വിലയിരുത്താനായി മുഖ്യമന്ത്രി അടക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായി ഇവിടെ എത്തി കാര്യങ്ങൾ വിലയിരുത്തുന്നു. കേന്ദ്ര ഏജൻസികൾ പൂർണ്ണമായും ഈ മേഖലയിൽ തമ്പടിക്കുന്നു, അവരുടെ നിയന്ത്രണത്തിൽ കാര്യങ്ങളെ എത്തിക്കുന്നു. അയോധ്യയിൽ ഇന്നു മുതൽ ഞാൻ പറഞ്ഞ പോലെ ഇട റോഡുകളൊക്കെ പൂർണ്ണമായും അടച്ചു കഴിഞ്ഞു. വാഹനങ്ങൾക്ക്, പാസുള്ള വാഹനങ്ങൾക്ക് സുരക്ഷാ ചെക്കിങ്ങോടുകൂടി മാത്രമാണ് ഈ മേഖലയിലേക്ക് കടത്തിവിടുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നു മുതൽ ഗതാഗതമടക്കം പൂർണ്ണമായും നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം കൂടി ആയിരിക്കും അയോധ്യയിൽ നിലവിൽ വരിക എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഒപ്പം ഈ വരുന്ന അതിഥികൾക്കായി നിരവധിയായ ഹോട്ടലുകൾ സർക്കാർ തന്നെ മുറികൾ ഏറ്റെടുത്ത് അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. കൂടുതൽ ട്രെയിനുകൾ, 100ഓളം ട്രെയിനുകൾ പുതുതായി സർവീസ് ആരംഭിക്കുന്നു 23 മുതൽ അയോധ്യയിലേക്ക് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് എന്നുള്ള വിവരവും പുറത്തു വരുന്നു. അങ്ങനെ റെയിൽവേ അവരുടെ സംവിധാനമുണ്ട്. ഒപ്പം വിമാനങ്ങൾ കൂടുതലായി ചാർട്ടേഡ് ഫ്ലൈറ്റുകളടക്കം ഇന്ന് അയോധ്യ വിമാനത്താവളത്തിലേക്ക് ഇന്നു മുതൽ വന്നു തുടങ്ങും എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഓരോ തരത്തിലും ഉള്ള ക്രമീകരണങ്ങൾ അതിൻ്റെ എല്ലാ തലത്തിലും ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അയോധ്യയിലെ ഓരോ മുന്നേറ്റവും നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അയോധ്യ ഒരുങ്ങുകയാണ്. രാജ്യം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു ചടങ്ങിനായി അയോധ്യ ഒരുങ്ങുന്നു. അയോധ്യയുടെ ഓരോ വീഥികളും ആ തരത്തിൽ മനുഷ്യർക്കായി, ഈ ആളുകൾക്കായി തുറക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇത് നമുക്ക് നിരവധി കാഴ്ചകൾ ഈ അയോധ്യയിൽ നിന്ന് കാണാം. ഇതൊരു കൊച്ചു ബാലൻ ഒരു പാമ്പിനെ കൊണ്ട് നടക്കുന്ന കിസ്കെ ലിയേ ബേട്ടാ ഏ കിസ്കെ ലിയേ क्या साफ है ना किसके लिए
ഇത് അയോധ്യയിൽ നമുക്ക് വ്യത്യസ്തമായ ചില കാഴ്ചകളാണ്. ഒരു കൊച്ചു ബാലനാണ് ഇവിടെ ഈ കാലാനാഗെന്നാണ് ഇതിനറിയപ്പെടുന്നത് കൊണ്ട് നടക്കുന്നത്. അങ്ങനെ നമുക്ക് ഇന്ന് 12-ാം തീയതി മുതൽ വന്നിറങ്ങിയപ്പോൾ മുതൽ അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണാം. ഇപ്പോൾ ആഘോഷ പരിപാടികൾ വിവിധ മേഖലകളിൽ പുരോഗമിക്കുന്ന കാഴ്ചകൾ കൂടി കാണാം. അങ്ങനെ സർവ വിഭൂഷിതയായി സർവാംഗ പ്രിയായി അയോധ്യ മാറുന്നു. ഏറ്റവും വലിയ ചടങ്ങിന് ഉള്ള ഒരുക്കങ്ങളിലേക്ക് അയോധ്യ പോവുകയും ചെയ്യുകയാണ്. ഓരോ നിമിഷവും പ്രേക്ഷകർക്കൊപ്പം ഞങ്ങൾ ഉണ്ടാകും. എല്ലാ വിശദാംശങ്ങളുമായി പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത് രാമചന്ദ്രൻ, അയോധ്യ. 21-ന് വീണ്ടും പ്രധാനമന്ത്രി അയോധ്യയിലെത്തുകയാണ്. അയോധ്യ പ്രക്ഷോഭത്തിന് ശേഷം 1992-ലാണ് നരേന്ദ്രമോദി രാമജന്മഭൂമിയിൽ എത്തിയത്. അന്ന് BJPയുടെ സാധാരണ പ്രവർത്തകനായി പാർട്ടി പരിപാടിക്കായാണ് മോദി എത്തിയത്. മോദി താമസിച്ച ജാനകി മഹലിലെ ജീവനക്കാർ ആ ദിവസങ്ങൾ ഓർത്തെടുക്കുന്നു. രാമജന്മഭൂമിയിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള ശ്രീ ജാനകി മഹൽ ട്രസ്റ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ജാനകി മഹൽ ട്രസ്റ്റിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം 31 വർഷം മുൻപുള്ള ഒരു ചരിത്രമാണത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടുത്തെ 108-ാം നമ്പർ റൂമിൽ 1991-ൽ താമസിച്ചിരുന്നു. അദ്ദേഹം അന്ന് ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനായിരുന്നു. പാർട്ടിയുടെ ഏക്താ യാത്രയുമായി ബന്ധപ്പെട്ട് കന്യാകുമാരി മുതൽ കശ്മീർ വരെ ഉണ്ടായിരുന്ന പാർട്ടിയുടെ ഏക്താ യാത്രയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഈ മുറിയിൽ താമസിച്ചിരുന്നത്. അന്ന് അദ്ദേഹം ഈ മുറിയിലാണ് അദ്ദേഹം താമസിച്ചത്. 108-ാം നമ്പർ മുറിയിലാണ് മോദി താമസിച്ചത്. അന്ന് ഇവിടെ അദ്ദേഹം 4 ദിവസത്തോളം ഇവിടെ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് നമ്മൾ അറിയുന്നത്. അതിനുശേഷം അദ്ദേഹം അന്ന് ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു. രാമജന്മഭൂമി, അതായത് അയോധ്യ രാമക്ഷേത്രം യാഥാർത്ഥ്യമായതിനു ശേഷം മാത്രമായിരിക്കും അദ്ദേഹം ഇനി ഇവിടേക്ക് വരിക എന്നുള്ളതാണ്. आपको याद है वो दिन आप इधर था? यहाँ यही में रुके थे सब, ये में और ये में दोनों में रुके थे. हाँ. और उस दिन वो इधर साधा पार्टी वर्कर था वो? हाँ, यहीं पर थे. और जब वो जन्मभूमि गिरा था तो सब वो अपने हाल है उसमें मीटिंग किए थे. यहीं से गए थे तो उस दिन बाबरी मस्जिद गिरा था उसी दिन. हाँ. तो इसमें कौन रहता है? इसमें तो आम यात्री को अभी दे रहे हैं. പിന്നീട് 3 വർഷം മുൻപ് ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമിടാനാണ് മോദി എത്തിയത്. പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാൻ വീണ്ടും മോദി അയോധ്യയിലെത്തുമ്പോൾ ട്രസ്റ്റ് അധികാരികളും ആഹ്ലാദത്തിലാണ്. नहीं, वो आए थे जब सोमनाथ की यात्रा लेके अडवाणी जी आए थे हमारे यहाँ, तब वो यहाँ पर आके रुके थे. यहाँ पर जलपान भोजन किए, उसके बाद वो आगे निकले. तो अडवाणी जी के साथ में मोदी जी भी थे. ജാനകി മഹൽ ട്രസ്റ്റിൽ നിന്നും പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത്ത് രാമേന്ദ്രൻ. അയോധ്യ രാമജന്മഭൂമിയിൽ ക്ഷേത്രത്തിനായി വർഷങ്ങൾക്ക് മുൻപ് ചുവരെഴുത്തുണ്ടായ സ്ഥലമാണ് കാസർഗോഡ് ജില്ലയിലെ ചേറ്റുകുണ്ട്. രാമക്ഷേത്രത്തിനായി അന്ന് എഴുതിയത് ഇന്ന് യാഥാർത്ഥ്യമാകുമ്പോൾ വലിയ സന്തോഷത്തിലാണ് ചേറ്റുകുണ്ടിലെ വിശ്വാസികൾ. കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയിൽ ചേറ്റുകുണ്ട് റെയിൽവേ ഗേറ്റിന് സമീപത്താണ് ഈ പഴയ കെട്ടിടവും ചുമരെഴുത്തുമുള്ളത്. 1989-ലാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആഹ്വാനപ്രകാരം രാമജന്മഭൂമി ക്ഷേത്രത്തിനായി രാജ്യമെമ്പാടും ചുവരെഴുത്ത് നടത്തിയത്. നാട്ടിൽ പലയിടത്തും ചുവരെഴുത്തുകൾ ഉണ്ടായിരുന്നെങ്കിലും ചേറ്റുകുണ്ടിലെ ചുവരെഴുത്ത് മാറ്റാൻ സമ്മതിച്ചില്ല. അന്ന് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിനായി ആഗ്രഹിച്ചിരുന്നെങ്കിലും സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയില്ലായിരുന്നു. RSSന്റെ നേതൃത്വത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് അയോധ്യ പ്രക്ഷോഭം ഏറ്റെടുക്കുന്ന സമയത്ത് ഭാരതത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ഈ പ്രക്ഷോഭം നടന്നിട്ടുണ്ട്.
ഇതിന് കർസേവകർ സ്വയം സേവകരായി പങ്കെടുത്തിട്ടുണ്ട്. ആ സമയത്ത് എല്ലാ പ്രദേശങ്ങളിലും ശിലാപൂജനം നടത്തിയിട്ടുണ്ട്. എല്ലാ വീടുകളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് ശിലാപൂജനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചുമരെഴുത്തുകൾ എഴുതണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയും ചുമരെഴുത്ത് എഴുതിയത് ചേറ്റുകുണ്ടിൽ. അപ്പോൾ മറ്റ് പ്രദേശങ്ങളിലൊക്കെ തന്നെ ആ ചുമരെഴുത്തുകൾ മായ്ക്കപ്പെട്ടു. ഇവിടെ അത് RSS ഹൈന്ദവ സംഘടനകളുടെ ഈറ്റില്ലമാണ് ചേറ്റുകുണ്ട് എന്ന് പറയുന്ന പ്രദേശം. അതുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ സഹോദരിമാർ അത് മായ്ച്ചു കളയാൻ വേണ്ടി അനുവദിച്ചില്ല, അതിനെ സംരക്ഷിച്ചു. അതുകൊണ്ടാണ് അത് ഇത്ര കാലമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കേടുപാടും സംഭവിക്കാതെ അത് നിലനിൽക്കുന്നത്. തർക്കഭൂമി തകർക്കപ്പെട്ട കാലങ്ങളിൽ ചേറ്റുകുണ്ടിൽ നിരവധി അക്രമങ്ങൾ അരങ്ങേറിയിരുന്നു. രാമക്ഷേത്രം യാഥാർത്ഥ്യമാകുമ്പോൾ പഴയതെല്ലാം മറന്ന് സന്തോഷത്തിലാണ് വിശ്വാസികൾ. പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ വിപുലമായ ആഘോഷ പരിപാടികളും പ്രത്യേക പൂജകളും സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഹൈന്ദവ സംഘടനകൾ. ന്യൂസ് 18 കാസർഗോഡ്. സ്വപ്ന സാഫല്യത്തിനായി രാമജന്മഭൂമി ഒരുങ്ങുന്നു. പ്രാൺ പ്രതിഷ്ഠയ്ക്കായി വിശ്വാസി സഹസ്രങ്ങൾ കാത്തിരിക്കുകയാണ്. രാമനാമം ചൊല്ലി നാടും നഗരവും മുഴുവൻ അയോധ്യയിലേക്ക്. രാമഭജനുകളാൽ മുഖരിതമായ അയോധ്യാപുരിയിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രന്റെ റിപ്പോർട്ടുകളും പ്രശാന്ത് മംഗലശ്ശേരിയുടെ ദൃശ്യങ്ങളും. അയോധ്യ മുഴുവൻ ഭക്തിസാന്ദ്രമാണ്. അയോധ്യ പ്രാൺ പ്രതിഷ്ഠ കവറേജ് സമഗ്രമായി ന്യൂസ് 18-ൽ മാത്രം. ന്യൂസ് 18 കേരളം, മലയാളത്തിന്റെ ദേശീയ ചാനൽ. രാമൻ പിറന്ന മണ്ണിൽ രാമന് ക്ഷേത്രം ഒരുങ്ങുന്നു. ചില ആളുകൾക്ക് ബുദ്ധിമുട്ട് തോന്നും, ബുദ്ധിമുട്ടേ പാകയുള്ളൂ. ഹൈന്ദവ ജനതയ്ക്ക് ഒരു പുതിയ ശക്തി കൈവരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സത്യത്തിൽ വീട് നഷ്ടപ്പെട്ട രാമൻ കോടതി വരാന്തയിൽ നിൽക്കുകയായിരുന്നു. പുതിയ സംസ്കാരത്തെ സൃഷ്ടിക്കാൻ പാടുപെട്ട ആളുകൾക്കുള്ള നല്ല ഒരു മറുപടിയാണ്. ശുഭകരമായ സാഹചര്യം വരുന്നു. ഭാരതം വിശ്വഗുരുവായി മാറാനുള്ള ഒരു നാന്തി കുറിക്കലൊക്കെ എനിക്ക് തോന്നുന്നു. ഒരു ആധ്യാത്മിക ശക്തി ആ ക്ഷേത്ര പ്രതിഷ്ഠയോടുകൂടി, ആ പ്രാണപ്രതിഷ്ഠയോടുകൂടി ഉണ്ടാകും. അയോധ്യയിൽ പ്രാൺ പ്രതിഷ്ഠ. ന്യൂസ് 18 കേരളം പ്രത്യേക ടോക്ക് ഷോ ഇന്ന് വൈകിട്ട് 6-ന്. സ്പോർട്സ് വാർത്തയിലേക്ക്. മെസ്സി ക്യാപ്റ്റനായ അർജന്റീൻ ടീം കേരളത്തിൽ കളിക്കുമെന്ന് സ്ഥിരീകരിച്ച് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ. അടുത്ത വർഷം ഒക്ടോബറിൽ മത്സരം സംഘടിപ്പിക്കാനാണ് ധാരണയെന്നും വി അബ്ദുറഹ്മാൻ ന്യൂസ് 18നോട് പറഞ്ഞു. മലയാളികൾക്ക് ഫുട്ബോളിനോടുള്ള പ്രണയം പ്രശസ്തമാണ്. അതിനപ്പുറത്തേക്ക് അർജന്റീൻ ടീം മലയാളികൾക്ക് വലിയ വികാരമാണ്. മെസ്സി അതിലും വലിയ ഹൃദയവികാരമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേൾക്കുന്നത് മെസ്സി കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അർജന്റീൻ ടീം കേരളത്തിൽ കളിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കൃത്യ വിവരമറിയാവുന്ന ഒരാൾ നമ്മുടെ കായിക മന്ത്രി അബ്ദുറഹ്മാനാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. മെസ്സി കേരളത്തിലേക്ക് വരുമോ? അർജന്റീന വേൾഡ് കപ്പ് വിജയിച്ചതിന് ശേഷം ഇത്തവണ കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ എല്ലാവരും നമ്മളോട് ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു, അർജന്റീൻ ടീമിനെ കേരളത്തിൽ കളിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത്. അപ്പോഴാണ് അർജന്റീനിയൻ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ത്യയിൽ വരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് അത് അറിയിക്കുകയും ചെയ്തു. പക്ഷേ സന്ദർഭവശാൽ സാമ്പത്തികമായ കാര്യങ്ങളാൽ അവർക്ക് അത് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ ദിവസം പറയും. നേരിട്ടല്ല, അവർ പത്രത്തിലൂടെ അറിയിച്ചതായാണ് എൻ്റെ അറിവ്. അപ്പോഴാണ് നമ്മൾ അർജന്റീൻ ഫുട്ബോൾ ഫെഡറേഷനുമായി സംസാരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി അവരുടെ സന്നദ്ധത അറിയിച്ചുള്ള മെയിലുകൾ നമുക്ക് അയച്ചു. അത് പ്രകാരം അവർ വരേണ്ടത് ഈ ജൂലൈയിലാണ്, 24 ജൂലൈയിലായിരുന്നു. പക്ഷേ നമ്മുടെ സീസൺ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ആഘോഷത്തോടുകൂടി നടത്തേണ്ട ഒരു ഫുട്ബോൾ മേളയ്ക്ക് ജൂലൈ ആകുമ്പോൾ മഴ തടസ്സമാവുന്നുള്ളൊരു ഭയം നമുക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കളിക്കളങ്ങൾ തയ്യാറാക്കേണ്ട ഒരു കാര്യം കൂടി. ഒരു അന്താരാഷ്ട്ര മത്സരം നടക്കുമ്പോൾ അനുയോജ്യമായ ഒരു കളിക്കളം ഇപ്പോൾ ഉള്ളൂ നമുക്ക്, അത് കൊച്ചിയിലാണ്. 3 മത്സരങ്ങളും കേരളത്തിൽ നടത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. 3 മത്സരമാണ്, അങ്ങനെ ഒരു ടൂറായിട്ടാണ് വരുന്നത്. അപ്പോൾ 2 എണ്ണം ആണ് ഇപ്പോൾ എഗ്രി ചെയ്തിട്ടുള്ളത്. 3-മതിനും തയ്യാറാണ്. ഇത് ടീം ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും അല്ല, അത് പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. ഇന്ത്യൻ ടീം എന്തായാലും കളിക്കണം. വിദേശത്തു നിന്നുള്ള മറ്റു ടീമുകളെ നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ
അവർ പിന്നീട് ഫിഫ വിൻഡോ പ്രകാരം പിന്നീട് അവർക്കുള്ള സമയം അടുത്ത സീസണാണ്. 2025 ഒക്ടോബറാണ് അവരറിയിച്ചുള്ളത്. അപ്പോൾ നമ്മൾ ആ സന്നദ്ധത അവരറിയിച്ചു. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം അതിലുള്ളത് നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കാൻ, ഫുട്ബോൾ പരിശീലിപ്പിക്കാൻ അവർ സന്നദ്ധ പ്രകടിപ്പിച്ചു. അതിലാണ് നമ്മളിപ്പോൾ അവരോട് ചർച്ച കൂടുതൽ നടക്കുന്നത്. 5000 കുട്ടികളെ ഫുട്ബോൾ പരിശീലനത്തിനായി അവർ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ അക്കാദമി സർക്കാരുമായി ചേർന്ന് കേരളത്തിൽ ആരംഭിക്കാനുള്ള സന്നദ്ധത അർജന്റീൻ ഫുട്ബോൾ ഫെഡറേഷൻ ചർച്ചയിലൂടെ അവർ തീർപ്പാക്കാമെന്നാണ് അറിയിച്ചത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇനിയും നടക്കേണ്ടതുണ്ട്. അപ്പോൾ 3 കാര്യങ്ങളിൽ ഇപ്പോൾ ഏകദേശം തീരുമാനമായി. അവരുടെ ഇന്ത്യയിലേക്കുള്ള വരവ്, അത് വേൾഡ് കപ്പ് വിജയിച്ച അതേ ടീമായിരിക്കും, മെസ്സി ഉൾപ്പെട്ട ടീമാണ് വരേണ്ടത്. അപ്പോൾ മെസ്സി ക്യാപ്റ്റനായിട്ടുള്ള വേൾഡ് കപ്പ് വിജയിച്ച ആ ടീമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പരിശീലന പരിപാടികൾ, ഈ സന്നാഹ മത്സരത്തിൽ പ്രധാനപ്പെട്ട 3 ടീമുകൾ, ഈ കാര്യങ്ങൾ സർക്കാർ ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. നോക്കാം. ഡേറ്റ് കൺഫേം ആയിട്ടില്ല. അടുത്ത വർഷം ഒക്ടോബറാണ്. അത് ഈ സാധാരണ ഇത്തരം ടീമുകൾ ഫിഫ വിൻഡോ അനുസരിച്ചിട്ടാണ് അവർ സമയം നിശ്ചയിക്കുക. അടുത്ത സമയത്ത് അവർക്ക് സമയമുള്ളത് ഈ ഇതാണ്. അപ്പോൾ അത് പ്രകാരം കാര്യങ്ങൾ നടക്കും. അതോടൊപ്പം തന്നെ അർജന്റീനിയൻ പരിശീലന അക്കാദമികൾ കേരളത്തിൽ തുടങ്ങും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടാണ്. അവിടെ കളി നടക്കുന്നുണ്ട്. കുറച്ചുകൂടിയൊക്കെ മെച്ചപ്പെടുത്തുന്നുണ്ട്. കാരണം അർജന്റീന പോലെ ടീം വരുമ്പോൾ സ്വാഭാവികമായിട്ട് സൗകര്യങ്ങൾ കൂടണ്ടേ? അവിടങ്ങളൊക്കെ തന്നെ മാറ്റം വരേണ്ടതുണ്ട്. അവിടെ റിപ്പയർ വർക്കുകൾ നടക്കാനുണ്ട്. അത് GCDAയുടെ സ്റ്റേഡിയമാണ്. അവരുമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമ്മൾ മലപ്പുറം പയ്യനാട്ട് പുതിയ സ്റ്റേഡിയം നിർമ്മിക്കാൻ പോവുകയാണ്. അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയം. ഇപ്പോൾ അതിൻ്റെ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു. ഒരു വിദേശ ഏജൻസിയാണ് ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഊരാലെങ്കൽ സൊസൈറ്റിയാണ് അതിൻ്റെ പൂർണ്ണമായുള്ള ഉത്തരവാദിത്തം അവർക്കാണ്. അപ്പോൾ അത് തയ്യാറാക്കി അത് സമയബന്ധിതമായി പൂർത്തീകരിച്ചാൽ ഈ ടീം മലപ്പുറത്ത് പയ്യനാട്ടുള്ള നമ്മുടെ സ്റ്റേഡിയത്തിൽ കളിക്കും. കാരണം കേരളത്തിൽ തന്നെ മലപ്പുറമാണ് ഫുട്ബോളിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം. അപ്പോൾ അവിടെ കളിപ്പിക്കണമെന്നാണ് ആഗ്രഹം. ഇനി നോക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ. ഒരു സ്വകാര്യ പരിപാടിക്ക് മറഡോണ വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ വന്നിരുന്നു. അന്ന് കണ്ട വലിയൊരു ആവേശം. മെസ്സിയും അതിന് ടീം ഒന്നടങ്കം വരുമ്പോൾ സ്വാഭാവികമായിട്ട് എത്രയോ ഇരട്ടി ഉണ്ടാകും. അതൊക്കെ മുൻകൂട്ടി കണ്ട ഒരുക്കങ്ങൾ വേണ്ടേ? നമുക്ക് ഈ അർജന്റീനയോട് ഇന്ത്യക്കാർക്ക് വർഷങ്ങളായിട്ടുള്ള ഇഷ്ടമുണ്ട്, പ്രത്യേകിച്ച് കേരളീയർക്ക്. അത് മെസ്സിക്ക് മുമ്പ് മറഡോണയായിരുന്നെങ്കിലും മറഡോണ വേൾഡ് കപ്പ് നേടിയുള്ള ആ ഒരു കാലഘട്ടം അത് മലയാളിയാണ് ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത്. അതിലപ്പുറമാണ് ഖത്തറിൽ മെസ്സി വേൾഡ് കപ്പ് നേടിയപ്പോഴുള്ള ആഘോഷങ്ങളുണ്ടായത്. സത്യത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ ആഘോഷം ലോകത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലാണ്. അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ അറിയാം. നമ്മളൊക്കെ തന്നെ അതിൻ്റെ ഭാഗമായതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അനുഭവം നേരിട്ട് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടണം. അത് നേടിക്കൊടുക്കാൻ ഗവൺമെൻറ് ബാധ്യസ്ഥരാണ്. അപ്പോൾ ആ ഒരു തോന്നൽ നമുക്കുണ്ട്, അവർ ബാധ്യസ്ഥരാണ് എന്നുള്ളത്. കാരണം ഫുട്ബോളിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അതിലൊരു കാര്യം. അപ്പോൾ അത് തീർച്ചയായും ചെയ്യും. ഭീമമായ തുക ടീം വരുന്നതിനും അവരുടെ ചിലവുമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതെങ്ങനെ മീറ്റ് ചെയ്യാൻ ആലോചന ഉണ്ടായിട്ടുണ്ട്? ഇപ്പോൾ നമുക്ക് ധാരാളം സമയമുണ്ടല്ലോ, ധാരാളം സമയമുണ്ട്. അതിന് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. കാരണം അവരുടേതായ തന്നെ സ്പോൺസേഴ്സ് ഉണ്ടാവും. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. അതെന്തായാലും നോക്കാം. എന്തായാലും ഏകദേശം നമുക്ക് ടീമിനെ കേരളത്തിൽ കളിപ്പിക്കാം എന്നുള്ള രീതിയിൽ ചർച്ചകൾ ആയി. നമ്മൾ അതുമായി ബന്ധപ്പെട്ട കരാർ ഒപ്പിടാൻ പോവുകയാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആവേശമുണ്ടാക്കുന്ന സ്ഥിരീകരണമാണ് മന്ത്രി അബ്ദുറഹ്മാൻ നടത്തുന്നത്. മലയാളികൾക്ക് മെസ്സി അടുത്ത് കാണാം. മെസ്സിയും അർജന്റീനൻ ടീമും മലയാള മണ്ണിൽ കളിക്കും. അത് ഉറപ്പിക്കുകയാണ് സംസ്ഥാനത്തെ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5735 രൂപ, പവന് 45880 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4775 രൂപ, പവന് 38200 രൂപ.
വെള്ളി ഗ്രാമിന് 77 രൂപ, കിലോയ്ക്ക് 77,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി